സോ നമ്മളുടെ രണ്ടാമത്തെ പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ബസ് ഫാൻസ് അല്ലെങ്കിൽ ബസ്സിനെ സ്നേഹിക്കുന്നവരുടെ ഏറ്റവും കൂടുതലുള്ളത് നമുക്ക് പറയുകയാണെങ്കിൽ കേരളത്തിലാണ്. കേരളത്തിൽ തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ പല തരത്തിലുള്ള ബസ് ഫാൻസ് പേജുകൾ കാണാം, അതുപോലെ തന്നെ ബസ് സെഗ്മെൻറ്റ്സ് കാണാം. ഇത്രയധികം ബസ്സിനെ സ്നേഹിക്കുന്ന മറ്റൊരു സ്റ്റേറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാം. സ്നേഹിക്കുക മാത്രമല്ല, അത്രയും നല്ല രീതിക്ക് ഈ ബസ്സിനെയൊക്കെ പരിപാലിക്കുക. അപ്പം നമ്മുടെ കേരളത്തിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് സർവീസും കാര്യങ്ങളിലൊക്കെ ടോപ്പിൽ നിൽക്കുന്ന വണ്ണസിൻ്റെ നമ്മളുടെ എല്ലാമായ ആൽബിൻ ചേട്ടനുമായിട്ടാണ് നമ്മളുടെ ഇന്നത്തെ ഈ ഒരു പോഡ്കാസ്റ്റ് എന്ന് പറയുന്നത്. കുറേയധികം ആളുകൾ നമ്മളോട് പറഞ്ഞിരുന്നു വണ്ണസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ കുറേ ചോദ്യങ്ങൾ നമുക്ക് അയച്ചു തന്നിരുന്നു ചോദിക്കണമെന്ന്. സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ദ ലീഡർ ബിഹൈൻഡ് ദ വണ്ണസ്, ആൽബിൻ ദാസ്. താങ്ക് യു. വെൽക്കം ചേട്ടാ. ചെറിയ ടെൻഷനുണ്ടോ? ഉണ്ട്, ചെറുതായിട്ടുണ്ട്. ടെൻഷനൊന്നും വേണ്ട, നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് പോകാൻ പറ്റുന്ന ഇതാണ് നമ്മുടെ പോഡ്കാസ്റ്റ്. ആക്ച്വലി നമ്മൾ ഈ പോഡ്കാസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് എപ്പിസോഡ് പോയപ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് എന്നാണ് ആൽബിൻ ചേട്ടനെ നമ്മുടെ പോഡ്കാസ്റ്റിലേക്ക് കൊണ്ടുവരണം എന്നുള്ളത്. അപ്പം നമുക്ക് നമ്മുടെ ജേർണിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ആക്ച്വലി 2008 അല്ലേ നമ്മുടെ ഫസ്റ്റ് ബസ് നമ്മൾ കൊണ്ടുവരുന്നത്. അന്ന് ഓജസിലെ ബോഡി ചെയ്താണ് നമ്മുടെ ഫസ്റ്റ് ബസ് വരുന്നത്. എന്തായിരുന്നു ഈ ഓജസ് ബോഡിയിലേക്ക് പോകാനുള്ളൊരു കാരണം, അല്ലെങ്കിൽ ആ ഒരു സെഗ്മെൻറ്റിലേക്ക് ചേട്ടൻ പോകാനുള്ള ഒരു റീസൺ എന്താണ്? അതെ, ഇത് ഫസ്റ്റിലെ തന്നെ നമ്മൾ ടൂറിസ്റ്റ് ബസ് എന്നുള്ള രീതിയിലാണ് നമ്മൾ 2008 സ്റ്റാർട്ട് ചെയ്യുന്നത്. അതല്ലാതെ തന്നെ നമ്മൾ ട്രാവൽസിലും നമ്മൾ അച്ഛൻ ഓൾറെഡി അതെ ഓട്ടോമൊബൈൽ ഇലക്ട്രീഷ്യനാണ്. എൻ്റെ അപ്പം വർക്ക്ഷോപ്പ് അതുപോലത്തെ കാര്യങ്ങളുണ്ട്. അപ്പോൾ ചെറുപ്പം മുതൽ തന്നെ വാഹനങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു കുഞ്ഞിലെ മുതൽ വളർന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു ക്രേസ് കയറി അച്ഛായി ആദ്യം 95 നമ്മൾ ട്രാക്സ് എന്ന് പറഞ്ഞിട്ട് ടെമ്പോ ട്രാക്സ് ആ വണ്ടിയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഒരു 2000 സമയത്ത് 2003 ആ സമയത്തൊക്കെ ട്രാവലർ 14 സീറ്റ് ട്രാവലർ അതുപോലത്തെ. അത് കഴിഞ്ഞിട്ടാണ് അത് ഒരു 2008 വന്ന് ഞങ്ങൾ ഇച്ചിടിയൊക്കെ വലുതായി കഴിഞ്ഞപ്പോൾ ക്രൈസ് അങ്ങനെ ചെറിയ വണ്ടി മേടിക്കണമെന്നുള്ള ആഗ്രഹമായിട്ടാണ് തുടങ്ങുന്നത്. ഒരു മിനി ബസ് മേടിക്കണമെന്നുള്ള അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് 2008 നമ്മൾ ലൈലാൻഡുമായിട്ട് അശോക് ലൈലാൻഡായിട്ടൊക്കെ സംസാരിച്ച് ഇവിടെ തുടങ്ങണം എങ്ങനെയാണെന്നൊന്നും അറിയില്ല. ആ സമയത്തൊക്കെ അന്ന് എനിക്ക് തോന്നുന്നത് ചേസിന് തന്നെ എനിക്ക് തോന്നുന്നത് ഒരു 8 lakh 9 lakh അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് 210 222 അങ്ങനത്തെ ഒരു കമ്പാരിസനൊന്നും ഇല്ലാത്തിരുന്നൊരു സമയത്താണ്. കമ്പയർ അങ്ങനെ അധികം ഇല്ലായിരുന്നു. ആ സമയത്താണ് നമ്മൾ അന്നേരം ഉള്ള ഒരു നല്ലൊരു ചാസി അവിടെ പോയാണ് നമ്മൾ നോക്കുന്നത്. ആലങ്ങാട് അതിൻ്റെ സർവീസ്. അതെ അവിടെ നേരെ ഓജസിലേക്ക് പോയി അല്ല, നേരെ പ്രകാശിലേക്കാണ് ആദ്യം പോകുന്നത്. പ്രകാശിലേക്ക് ഞങ്ങൾ ഇവിടുന്ന് അച്ഛനും ഞാനും അച്ഛയും എല്ലാവരും കൂടി ഞങ്ങൾ ചെന്നു. അവിടെ ചെന്ന് അതിൻ്റെ ഹെഡ് അവിടെ അന്നേരം ഉണ്ടായിരുന്ന വെച്ചാൽ മതികടകൻ സാറുമായിട്ട് സംസാരിച്ചിരുന്നു. അന്നേരം അദ്ദേഹം പറഞ്ഞിങ്ങനെ തമിഴ്നാട് വണ്ടികളുടെ കുറേ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതിൻ്റേതായിട്ടുള്ള തിരക്കുണ്ട്. നമുക്ക് ഏകദേശം ഒരു 5 to ഇപ്പോഴുള്ള പോലെ തന്നെ 5 to 6 months എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കത്രയും വെയിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഇത് പറ്റുന്നില്ല. നമ്മളിങ്ങനെ സിറ്റിയിൽ ഇങ്ങനെ വണ്ടി എങ്ങനെയെങ്കിലും ഓടി ഇറക്കണം. ആദ്യം ഞാൻ ഈ ബസ്സിൻ്റെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഇതിന് വേണ്ടിയിട്ടുള്ള സൗണ്ട്സ് അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, കാറിലൊക്കെ നമ്മളിത് ചെയ്തിട്ടുള്ളല്ലോ, നമ്മൾ ട്രാവലറിലും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പ്ലസ് അതിനോടൊപ്പം തന്നെ ഹോണൊക്കെയാണ് ഞാൻ അത് പാടില്ലെങ്കിലും ആ സമയത്ത് നമ്മളതൊക്കെയാണ് ആ ഒരു പ്രായത്തിൽ അതൊക്കെ മേടിച്ച് വെച്ച്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല. അപ്പം എൻ്റെ ആ ഒരു തിരക്ക് കണ്ട് അച്ഛൻ ഇങ്ങനെ തിരക്കി പല ആൾക്കാരുടെ അഭിപ്രായങ്ങളൊക്കെ ചോദിച്ചിട്ട് അന്ന് ഓജസിൽ അങ്ങനെ വലിയ വണ്ടികൾ പണിയുന്നത് കുറവാണ്. ചെറിയ വണ്ടിയാണ് ഇപ്പോഴും അവർ നല്ല രീതിയിൽ ചെറിയ വണ്ടികൾ ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഓജസിൽ ചെന്ന് ബീച്ചേട്ടനായിട്ട് സംസാരിക്കുകയും ആളുമായിട്ട് ഒരു അറ്റാച്ച്മെൻറ്റ്. അപ്പോൾ ബ്രദർ അനിയൻ പറഞ്ഞ് നമുക്ക് എപ്പോഴും ഉള്ളൊരു മോഡൽ വേണ്ട, വേറൊരു രീതിയിൽ ചെയ്യണം. അങ്ങനെ നമ്മുടെ വണ്ടി അതൊരു നമ്മുടെ വണ്ടിയിൽ നിന്നാണ് പിന്നെ ഡൈ എല്ലാം എടുത്തത് കുറച്ച്. പിന്നെ പ്രകാശിൽ അച്ഛൻ എപ്പോഴും പറയുമായിരുന്നു ഒരു ബിസ്ക്കറ്റിൻ്റെ കവറ് പൊട്ടിക്കുമ്പം എല്ലാം ഒരേ ടൈപ്പ് ഒരേ സൈസിലുള്ള ബിസ്ക്കറ്റാണല്ലോ. അപ്പോൾ പ്രകാശിൽ നിന്ന് എല്ലാം ആ ഒരു സമയത്ത് സെറ്റ് ഡോണൊക്കെ 2010 കഴിഞ്ഞ് 11 മുതലൊക്കെയാണ് ഇറങ്ങുന്നത്. അപ്പോൾ ഒരു ഡിഫറെൻ്റ് എന്നുള്ള രീതിയിലാണ് ഓജസിലേക്ക് ഒന്ന് വിട്ടത്.
ശരിക്കും പറഞ്ഞാൽ ആൽബിൻ ചേട്ടനോട് ചോദിക്കേണ്ട ദ ഫസ്റ്റ് ചോദ്യം, ദ ബ്രാൻഡ് നെയിം വണ്ണസ് എങ്ങനെയാണ് ആ ഒരു നെയിമിലേക്ക് എത്തിപ്പെട്ടത്? അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഈ വണ്ണസ് ഇറങ്ങിയ സമയത്തോ ആദ്യ സമയത്തൊക്കെ ഇറങ്ങിയ സമയത്ത് നമ്മുടെ നാട്ടിലൊക്കെ ഈ പേര് വെച്ച് കളിയാക്കുന്ന ആളുകളെ പലരെ ഞാൻ കേട്ടിട്ടുണ്ട്. എന്നോട് ഇങ്ങോട്ട് പറഞ്ഞ് അറിവുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ ചേട്ടനെ വിളിക്കുന്ന സമയത്ത് ഫസ്റ്റിൻ്റെ ചോദ്യം ചോദിക്കുന്നത് അതായിരിക്കണം എന്നുണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു ഈ വണ്ണസ് എന്നൊരു പേരിലേക്ക് എത്തി? എന്താണ് ആ വണ്ണസിൻ്റെ ആ ഒരു എനർജി? വണ്ണസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളിങ്ങനെ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഒരു അംഗത്വമൊക്കെ ഉള്ള ആൾക്കാരാണ്. അപ്പോൾ ഞങ്ങൾ ഫാമിലി പരമായിട്ട് എല്ലാവരും അപ്പോൾ ആ ഒരു സ്ഥലങ്ങളിലൊക്കെ പോയി നമ്മൾ മെഡിറ്റേഷൻ ചെയ്യും, അങ്ങനെ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ. അപ്പോൾ അവിടുത്തെ ആ ഒരു നെയിമാണ് വണ്ണസ് എന്നുള്ള ഇത്. എന്താണ് നമ്മൾ തത്വമസി എന്ന് പറയുന്ന പോലെ എല്ലാവരും നമുക്ക് ഒരുപോലെ തന്നെ, ഏത് രീതിയിലുള്ള ആൾക്കാർ വന്നാലും നമ്മൾ ഒരുപോലെ തന്നെ ട്രീറ്റ് ചെയ്യണം. ആ ഒരു പേര് അതുമാണ് കണ്ടത്. നമ്മളിപ്പോൾ ഈ ഫസ്റ്റ് വണ്ടി നമ്മൾ ഓജസിൽ നിന്ന് പുറത്തിറങ്ങി അതോടി, അതിനുശേഷം നമ്മൾ ഇൻഡസ്ട്രിയിൽ ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ അന്ന് ആ സമയത്ത് സെഡോൺ അത്ര ഹിറ്റല്ല. പല ടൈപ്പ് ഓഫ് ബോഡികളായിരുന്നു അന്ന് ഓടിക്കൊണ്ടിരുന്നത്. അത്രയും റിസ്ക് എടുത്ത് വേറെ ആരും ചെയ്യാത്ത രീതിയിൽ എന്തുകൊണ്ടാണ് സെഡോൺ ബോഡിയിലേക്ക് കടന്നത്? അത് തന്നെ പറഞ്ഞത്. ഇപ്പോഴും നമുക്ക് എപ്പോഴും ഒരു ഡിഫറൻസ് ഉണ്ടാണ് അല്ലേ? ഒരു വേ ഓഫ് ബിസിനസ് ഒരു രീതിയിൽ ഇപ്പം എല്ലാവരും ചെയ്യുന്ന അതേ പാറ്റേൺ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ ആരും ശ്രദ്ധിക്കത്തില്ല. അപ്പോൾ നമുക്കൊരു ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു സാധനം അല്ലെങ്കിൽ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് അതിൻ്റെ ആ ഒരു സമയത്ത് നമ്മൾ കുറേ പ്രോബ്ലംസ് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹൈറ്റ് കൂടുതലായിരുന്നു, പല സ്ഥലങ്ങളിലേക്കും വണ്ടി കയറത്തില്ല. ഓൾറെഡി 1 lakhൻ്റെ അടുത്ത് കൂടുതൽ പൈസ കൊടുത്തിട്ടാണ് നമ്മൾ സെഡോൺ ആ സമയത്ത് ചെയ്തിട്ടുള്ളത്. പക്ഷേ റീസെയിലിന് സെഡോണിന് വാല്യൂ ഉണ്ടായിരുന്നില്ല. ഓക്കെ. ഞാൻ ചോദിക്കുന്നത്, അന്ന് ഈ സെഡോണിലേക്ക് കയറിയത് ആരെങ്കിലും സജസ്റ്റ് ചെയ്തിട്ട് പോയത് ആണോ? ആരായിരുന്നു അതിനെ ഒരു? അത് ചേർത്തലയിൽ തന്നെ ബൈജു എന്ന് പറഞ്ഞ അതുപോലത്തെ ചേട്ടന്മാരായിട്ടൊക്കെയാണ് നമ്മൾ കോർഡിനേറ്റ് ചെയ്ത്. കരിങ്ങാട്ടിൽ ജോൺസൺ ചേട്ടൻ്റെ അണ്ടറിലായിരുന്നു വണ്ടിയൊക്കെ നമ്മൾ ബിൽഡ് ചെയ്യും. നമുക്ക് നേരിട്ട് അങ്ങനെ ചെയ്യാൻ കാര്യം ഇവരുടെ അടുക്കൽ ചെയ്തിട്ടൂടിയൊക്കെ നമുക്ക് പെട്ടെന്നൊക്കെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഫ്ലെക്സിബിൾ ആയിട്ടൊക്കെ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അന്ന് സമയത്തൊക്കെ നമ്മൾ ഈ കേട്ടിട്ടുണ്ട്, അത് അവിടെ ബോഡി ചെയ്ത് കൊടുക്കാനുള്ള ഇടനിലക്കാർ ഒത്തിരി പേരുണ്ടായിരുന്ന സമയങ്ങളായിരുന്നു. നമ്മൾ കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ അവർ മുഖാന്തരമാണെങ്കിൽ കുറച്ചുകൂടെ അങ്ങനത്തെ കുറച്ചുണ്ടായിരുന്ന സമയമല്ലേ? മനസ്സിലായി. ആ ഒരു ഇത് ആണ് ഇപ്പോഴും മനസ്സിലായി. അപ്പോൾ അന്ന് പ്രധാനമായിട്ട് ഈ സെഡ്-1 ഇതിലേക്ക് കടന്ന സമയത്ത് എന്തൊക്കെയായിരുന്നു നമ്മൾ അന്ന് അഭിമുഖീകരിച്ചുകൊണ്ടിരുന്ന പ്രധാനമായിട്ടുള്ള പ്രശ്നങ്ങൾ? വണ്ടി പല സ്ഥലങ്ങളിലും നമുക്ക് കേബിൾസ് എല്ലാം പൊട്ടിക്കുമായിരുന്നു. അത് ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും ഹൈറ്റ് കൂടുതലാണ് വണ്ടികൾക്ക്. മനസ്സിലായി. ഇപ്പോൾ നമ്മൾ റീസെൻ്റ്ലി ഇനി ഇപ്പോൾ ഒരു വണ്ടി ഇറങ്ങുന്നുണ്ട്, അതും നമ്മൾ ഹൈറ്റ് കൂടുതൽ തന്നെയാണ് ചെയ്യുന്നത്. കംഫർട്ടബിളിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ടാണല്ലോ ആദ്യം മുതൽ തന്നെ 210, 222 ടാക്സിന് വേരിയേഷൻസ് ഉള്ള സമയത്ത് പോലും നമ്മൾ 222 തന്നെ എടുത്ത്. മനസ്സിലായി. അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അടുത്ത ചോദ്യം അത് തന്നെയായിരുന്നു. കാരണം വെച്ചാൽ 210 വീൽ ബേസ് 210ലേക്ക് ഇൻഡസ്ട്രി മൊത്തം അതായിരുന്നു. ഇപ്പം നമ്മളിപ്പോൾ ഒരു 222ലേക്ക് പറയുകയാണെങ്കിൽ പോലും ആൾക്കാർ പറയും, അതെന്തിനാണത്, ടാക്സ് കൂടുതലാണ്. അതുപോലെ തന്നെ സ്ട്രീറ്റ് മാറി കയറുന്ന സമയത്ത് പുഷ് ബാക്ക് സീറ്റിൻ്റെ പ്രശ്നങ്ങൾ ഇതെല്ലാം അന്നും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഓരോ ബസ് എടുക്കുമ്പോഴും പുതിയ റിസ്ക് എടുക്കുന്ന പോലത്തെ ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ. നമ്മൾ 222 വീൽ ബേസ് കിട്ടാൻ പാടായിരുന്നു. കാരണം വളരെ റെയറായിട്ട് 222 യൂസ് ചെയ്തു. പക്ഷേ വാഹനത്തിനെ സ്നേഹിക്കുന്നവരും അതേപോലെ തന്നെ നമ്മൾ സർവീസാണല്ലോ കൊടുക്കുന്നത്, അതിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണമല്ലോ. അപ്പോൾ അതും കൂടി കണക്കാക്കി നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ 210 ട്രാവൽ ചെയ്തിട്ട് അപ്പം തന്നെ 222 യാത്ര ചെയ്യാൻ നേരത്താണ് അതിൻ്റെ വ്യത്യാസം ഭയങ്കരമായിട്ട് മനസ്സിലാവുന്നത്. അപ്പോൾ ടാക്സ് മാത്രം കണ്ടല്ല നമ്മൾ കൂടുതലും പിൽഗ്രീം ട്രിപ്സ് ഒക്കെ ചെയ്യാൻ നേരത്ത് ആൾക്കാർ ആവശ്യപ്പെട്ടു. ഇപ്പം ഇച്ചിരി ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ വെച്ചിട്ട് നമ്മൾ പല ഹൈറ്റുള്ള ആൾക്കാരൊക്കെ ഇരിക്കുമ്പം തമ്മിൽ മുട്ടിലായിരുന്നു. അതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് 222 ചെയ്ത്. അന്ന് ആരും 210 അങ്ങനെ 210 തന്നെയായിരുന്നു കൂടുതൽ. ആ സമയത്താണ് നമ്മൾ അതിൽ നിന്ന് മാറ്റിയിട്ടില്ല. ഇപ്പൊ 12 മീറ്റർ അത് ആ ഒരു സെഗ്മെന്റിലേക്ക്. പ്രകാശിൽ നിന്ന് വന്ന വണ്ടികൾക്ക് ശേഷമാണ് ഡിസൈനുകൾ, നമ്മുടെ വണ്ണസിന്റെ ബ്രാൻഡിന്റെ ലോഗോ അല്ലെങ്കിൽ ബസ്സിന് ഇത്രയും കുറച്ചുകൂടി ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് സ്കെയിലപ്പ് ചെയ്ത് തുടങ്ങിയത് അല്ലേ?
എങ്ങനെയായിരുന്നു ഈ ലോഗോ ഡിസൈന്, അതിൻ്റെ ആ ഒരു ഡിസൈൻ ഇങ്ങനെ വേണം എന്ന കാര്യങ്ങൾ പ്രധാനമായിട്ട് എങ്ങനെയായിരുന്നു അത് വന്നത്? ഇതെല്ലാം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ നമുക്കുണ്ടാണ്, ഇപ്പം എനിക്കും അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരുടെ ക്രൈസ് ഇല്ലേ, അതുപോലെ തന്നെയായിരുന്നു അച്ഛായി. ഞങ്ങൾ അച്ഛായി എന്ന് വിളിക്കണേ. അപ്പോൾ അച്ഛയുടെ ഒരു ആഗ്രഹമായിരുന്നു ഈ ഡിസൈൻ. പിന്നെ അത് സിനിച്ചേട്ടൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടത്തെ ഉള്ള ഒരാളെ പോലെ തന്നെയാണ് ചേട്ടൻ. ഞാൻ അല്ലെങ്കിൽ അച്ഛൻ എന്തെങ്കിലും ഒരു കാര്യം ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് ആളെങ്ങനെയെങ്കിലും അത് അതെ അതെ ഞങ്ങൾ തിരക്കി നിൽക്കുമ്പോൾ വിളിക്കുമ്പോൾ ആൾക്ക് ഒരു ടെൻഷനാണ്, എന്നാലും ചെയ്തു തരും. അപ്പോൾ ആളുമായിട്ട് ഡിസ്കസ് ചെയ്ത് നമുക്ക് ഇങ്ങനെ ഇതുമായിട്ട് കണക്ട് ചെയ്ത് വരണമല്ലോ, പേരുമായിട്ടും ഇതെല്ലാമായിട്ട് അങ്ങനെ ചെയ്ത് വരണം. പിന്നെ ആ ഒരു എല്ലാം കൂടി ഡിസ്കസ് ചെയ്ത് ആൾക്ക് ഇങ്ങനെ കൊടുത്ത്. അതായത് കോർ ഐഡിയ ആരുടെ ആയിരുന്നു ഈ ഡിസൈൻ? അച്ഛയുടെ തന്നെയാണ്, അച്ഛയുടെ തന്നെയാണ് ഡിസൈൻ. അതുപോലെ തന്നെ ലെറ്ററിങ്ങും അങ്ങനെ തന്നെ എഴുതണമെന്ന് പറഞ്ഞു. ഒത്തിരി പേര് വിഷണറി അല്ലേ? അതെ അതെ, അതുകൊണ്ടാണല്ലോ നമുക്ക് ഇന്ന് ഈ സ്ഥാനത്ത് ഇവിടെ വന്ന് ഇരിക്കാൻ പറ്റില്ല. ഇതിനകത്ത് ഒരു ഭയങ്കര രസമായിട്ടുള്ള കാര്യം പറഞ്ഞാൽ, ഇത് നമ്മുടെ തൊട്ട് മുമ്പത്തെ പോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ജോസ്കോ ഓട്ടോമൊബൈൽ അല്ലെ ഷെയർ ഓട്ടോമൊബൈൽസ് എന്നൊക്കെ പറഞ്ഞ് ട്രക്കിൻ്റെ ബോഡി ബിൽഡ് കിട്ടുന്ന നമ്മുടെ ക്ലൈവേട്ടൻ്റെ കൂടെ, ആ ക്ലൈവേട്ടൻ്റെ പോഡ്കാസ്റ്റിനകത്ത് പുള്ളിക്കാരനൊരു 50 തവണയെങ്കിലും പുള്ളിയുടെ അച്ഛനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. പുള്ളി ഭയങ്കര വിഷണറി ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഞാൻ അത് തന്നെയാണ് മനസ്സിലായി. അത് ഡിസൈൻ ചെയ്ത് അത് ഭംഗിയായിട്ട് രാജേട്ടൻ അത് ചെയ്തു. ഈ ശരിക്കും പറഞ്ഞാൽ ഇത് ലോഗോയും കാര്യങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്ത് അങ്ങനെ ചെയ്താണ് തന്നെ ചെയ്തത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കാര്യം ലെറ്ററിങ്ങും നമ്മുടെ ലോഗോയും അപ്പോൾ അത് കഴിഞ്ഞ് ഈ ഫസ്റ്റ് പ്രകാശിലേക്ക് നമ്മൾ തീരുമാനിച്ചു പോകുമല്ലോ. പ്രകാശ് ചെന്നാണ് ഈ ബോഡി ബിൽഡ്. അന്ന് എത്ര നാളുകൾക്ക് ശേഷമായിരുന്നു വണ്ടി കിട്ടുന്നത് നമുക്ക്? ഫസ്റ്റ് വണ്ടി ഏകദേശം സെഡ് ഓൺ കൂടി ആയതുകൊണ്ട് ഏകദേശം 3 months മേളിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അവർ ഓൾറെഡി വേറെ 2-3 വണ്ടികളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് 4th or 5th വണ്ടിയാണ് നമ്മൾ. ഇപ്പം ഈ കേരളത്തിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം ഒരു എഡിഷൻ നെയിംസ് കൊണ്ടുവരുന്നത് വണ്ടികൾക്ക്. ഈ ഇങ്ങനത്തെ ഐഡിയാസൊക്കെ എങ്ങനെയാണ് വന്നത്? അങ്ങനെയാണ് ഈ എഡിഷൻ നെയിംസുകളിലേക്ക് എത്തിയത് ഓരോ വണ്ടികൾക്ക്. ആ ഒരു എഡിഷൻ നെയിം തന്നെ ഹിറ്റ് ആവുമോ? ഇതൊക്കെ എങ്ങനെയായിരുന്നു ആ ഒരു? അതും ഇതുപോലെ തന്നെ ഒരു നമ്മുടെ ഓഫീസിൽ ഇരുന്നിട്ട് 3 വണ്ടി ആയി കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനത്തെ ഒരു ആശയം മനസ്സിൽ വരുന്നത്. അത് എൻ്റെ മനസ്സിൽ വന്നതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ വണ്ടി ആയിട്ടുള്ള കിങ് ഫിഷർ, അത് ബ്ലൂ കളർ വണ്ടി. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ റെഡ് ബുള്ള് വണ്ടി, പിന്നെ ഗ്രാസ് ഹോപ്പർ കൂടി വന്ന് ഒരു ട്രിപ്പിന് വേണ്ടിയിട്ട് നമ്മുടെ ഓഫീസിൻ്റെ ഫ്രണ്ടിൽ കിടന്നു കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് സ്ട്രൈക്കായി കളർ ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന്. അതെ അതെ, അന്ന് ഈ 3 കളറും കൂടി വന്നു. അപ്പോൾ അപ്പം കിങ് ഫിഷർ അങ്ങനെ ഇടണം. ഗ്രാസ് ഹോപ്പറിന് ഓൾറെഡി നമുക്ക് അറിയാമായിരുന്നല്ലോ, ഗ്രീൻ കളറുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്നു. മനസ്സിലായി. അതുമായിട്ട് കണക്ട് ചെയ്ത് റെഡ് ബുള്ളൊന്നും കൂടി ഇട്ട് ചെയ്തു. അങ്ങനെ ചെയ്തു. അപ്പോൾ അന്ന് ഇതിനകത്ത് എ സി നമ്മുടെ ജിങ്കി എ സി തുടക്കത്തിൽ തന്നെ ജിങ്കി എ സി തന്നെയായിരുന്നു ചെയ്തത്. ഓക്കെ, അപ്പോൾ അന്ന് ഇപ്പം ഫസ്റ്റ് ഈ ഒരു വണ്ടി ഫുൾ കോസ്റ്റ് എത്ര ആയിരുന്നു ഓർക്കുന്നുണ്ടോ? നമ്മളുടെ ഇവിടെ പ്രകാശ് ചെയ്തതിൻ്റെ എക്സാക്ട് റേറ്റ് ഞാൻ ഓർക്കുന്നില്ല, എന്നാലും ഏകദേശം ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞില്ലേ 9 ആ സംതിങ് ഉണ്ടായിരുന്നുള്ളൂ 2008. പിന്നെ ഒരു 13-14 ഒക്കെ വന്നിട്ടുണ്ടാവുമായിരിക്കണം. മനസ്സിലായി. കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല. എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസ് വീട്ടിൽ ഭദ്രമായിട്ട് തന്നെ ആദ്യത്തെ വണ്ടിയുടെ മുതൽ മനസ്സിലായി. അതിനുശേഷം പിന്നെ ഇങ്ങോട്ട് ഒരു 9 വണ്ടി വരെ ഒരേ റേഞ്ചിലേക്ക് വന്നിട്ട് വളരെ ഒരു വിപ്ലവം സൃഷ്ടിച്ച ഒരു വണ്ടിയായിരുന്നു നമ്മുടെ ദശാവതാർ 10ാമത്തെ വണ്ടി. അത് നോക്കുവാണെങ്കിൽ ഇന്ന് കേരളത്തിൽ ആരും കണ്ടിട്ടില്ലാത്ത ഭയങ്കര, അന്ന് ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്, ഓരോ പിള്ളേർ നമ്മളോട് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ചേട്ടാ അതിൻ്റെ ക്യാബിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു 90 സ്വിച്ചെങ്കിലും കാണുമെന്ന് ഇതിനകത്ത്. അതുപോലെ തന്നെ ഒരു 10-35 സ്പീക്കർ, അങ്ങനെ കുറേ സാധനങ്ങൾ അതിനകത്ത്, ഇമ്പോർട്ടഡ് ആയിട്ടുള്ള കുറേ സാധനങ്ങൾ, ലൈറ്റ്സുകൾ. നമുക്കിങ്ങനെ ഒരാൾക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. കാരണം വെച്ചാൽ നമ്മളൊരു ലക്ഷറി വീടിനകത്തൊക്കെ സൗണ്ട് സിസ്റ്റം ചെയ്യുന്ന പോലെ പ്രൊഫഷണൽ സൗണ്ട് സിസ്റ്റങ്ങൾ കൊണ്ടുവരിക. ഇത്രയും അതിഗംഭീരമായിട്ടുള്ളൊരു സാധനം ഈ ദശാവതാറിലേക്ക് എങ്ങനെ കൊണ്ടുവന്നു? അല്ലെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വണ്ണസ് എന്ന് പറഞ്ഞ പേര് പോലെ തന്നെയാണ്. കൂട്ടത്തിൽ അനിയന്മാരെ പോലെ തന്നെ കുറേ ആൾക്കാരുണ്ട്. അങ്ങനെ അവരുടെ ഐഡിയാസും കൂടി നമ്മൾ അതെ അതുകൂടി നമ്മൾ
കൺസിഡർ ചെയ്തിട്ടാണ് ആ ഒരു ജേർണി എന്ന് പറയുമോ ദശാവതാറിൻ്റെ? ദശാവതാറിലായിട്ടുള്ള ജേർണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മാരേജിൻ്റെ സമയത്തായിരുന്നു ദശാവതാർ എടുക്കുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ആ ഒരു ത്രില്ലിൽ നിൽക്കുന്ന സമയമാണ്. അപ്പം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഫസ്റ്റിൽ തന്നെ നമുക്ക് എന്തെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്യണം, ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധനം ചെയ്യണം. അങ്ങനെ എൻ്റെ ബ്രദർ സച്ചിനാണ് നമുക്കിങ്ങനെ പിക്സൽ നെയിം അതെങ്ങനെയാണെന്നൊന്നും ആർക്കും ഒരു ഐഡിയ ഇല്ല. ചെയ്ത ആൾക്ക് സുമിത്തിനും അതിനെക്കുറിച്ച് അതെ അതെ അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഇരുന്ന് ഡിസ്കസ് ചെയ്തിട്ടാണ് സംഭവം ചെയ്യുന്നത്. അതെ അതെ കാര്യങ്ങൾ കറക്റ്റ് ചെയ്ത് ഈ ഒരു ലെവലിൽ കിക്കർ എന്ന് പറഞ്ഞാൽ കിക്കറുണ്ട്, അത് ഓൾമോസ്റ്റ് 8 എണ്ണോളം ഉണ്ട് അതെ അതെ അന്ന് ആ സമയത്ത്. പിന്നെ അന്ന് ഈ സമയം ഇതുപോലെ അത്രയും ആർടി ഹൗസിൻ്റെ ഇതൊന്നും ഇല്ലായിരുന്നു. ഓക്കെ. അന്ന് എത്ര കിക്കറിൻ്റെ ഇതുണ്ടായിരുന്നു അതിനകത്ത്? അന്ന് 6 എണ്ണോളം ഉണ്ടായിരുന്നു. ഓക്കെ. ഇത്രയും എക്സ്പെൻസീവായിട്ട് ഇപ്പം പുറത്തുനിന്ന് ആ സമയത്ത് ഒരു ബസ് ഓണർ നോക്കുവാണെങ്കിൽ ചിന്തിക്കാൻ പറ്റത്തില്ല. അത്രയും ഭയങ്കര വലിയൊരു ഇതായിരുന്നു. വളരെ ഭീമമായിട്ട് ഇപ്പോഴും നമുക്കും ചെയ്യാൻ പറ്റിയിട്ടില്ല, എനിക്കറിയില്ല, ചെയ്തിട്ടുണ്ടാവുമായിരിക്കും. മനസ്സിലായാലും ആ സമയത്ത് നമ്മൾ എനിക്ക് തോന്നുന്നത് ജാസിനേക്കാളും കൂടുതൽ എമൗണ്ടായി. അത്ര എമൗണ്ട് ലൈറ്റ് ആൻഡ് സൗണ്ട്സിൽ ചെയ്തത് തന്നെ. അറ്റ്മോസ് സൗണ്ട് സിസ്റ്റമാണ് ഇത് ചെയ്തത്. ഒരു മൂവി കണ്ടു കഴിഞ്ഞാൽ അത് നമുക്ക് ഫീൽ ചെയ്യും. അതിൻ്റെ അകത്തുനിന്ന് AC ട്രിപ്പായിട്ട് യാത്ര ചെയ്യാൻ നേരത്ത് അവിടുന്ന് ആ സിനിമ ഒരു നല്ലൊരു ഫൈറ്റ് ആയിട്ടുള്ളൊരു സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അവിടുന്ന് അറിയത്തില്ല. മനസ്സിലായി. ഈ ഇപ്പം നമ്മളിപ്പോൾ പ്രധാനമായിട്ടും നമ്മളിപ്പോൾ സൗണ്ട് നോക്കുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പം വണ്ടിക്കകത്ത് ഇപ്പോൾ പല ബസ്സിനകത്ത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ വെച്ചാൽ പതറും സൗണ്ടിന്. ഈ പറഞ്ഞ പോലെ ഇപ്പം അത്യാവശ്യം നല്ല റേഞ്ച് ഓഫ് സിസ്റ്റം അല്ലെങ്കിൽ പതറിപ്പോവും. ഈ പ്രൊഫഷണൽ സിസ്റ്റം അല്ലെങ്കിൽ ഇങ്ങനത്തെ ഹൈ എൻഡ് സിസ്റ്റംസ് എടുക്കുന്ന സമയത്ത് നമ്മൾ മെയിനായിട്ട് സൗണ്ട് ക്വാളിറ്റി അതുപോലെ തന്നെ ഇത്ര കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കും. അപ്പം ഇത്രയും അന്ന് ഇത് ചെയ്യുന്ന സമയത്ത് ഓർക്കുമോ ഇതൊരു ഡെഡ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കുമോ? അല്ലെങ്കിൽ ഇല്ല, നമ്മൾ ബ്രാൻഡിനെ ട്രസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത്രേ ഉള്ളൂ. അന്നേരം തന്നെ അത് നമ്മൾ ബിൽഡ് ചെയ്ത് അത് ഏത് ലെവലിലേക്ക് പോകാൻ പറ്റുമെന്ന് നമ്മൾ കണ്ടെത്തിയിരുന്നു. അതിൻ്റെ പവർ അതുപോലെ ആയിരുന്നു. ഓക്കെ. അപ്പോൾ അതെല്ലാം നേരത്തെ തന്നെ ഇത് ചെയ്യുന്നതിന് മുന്നേ എല്ലാം കേട്ട് അത്രയും ഇല്ല കേട്ടില്ല. അത് ധനേഷ് ഏട്ടൻ്റെ ഡെഡിക്കേഷൻ ഉണ്ട്, ആളുടെ കുറേ ഐഡിയാസ് ഉണ്ട്. മനസ്സിലായി. ഇത് കുറച്ച് ഘടകങ്ങൾ കൂടി ചേരുമ്പോഴാണ് വണ്ണസ് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡാണ്. സിനിച്ചേട്ടൻ, ലയൻ്റെ സുമിത്, സെഡോൺ, വർമാസ്, അങ്ങനെ ജിങ്കി AC ക്വാളിറ്റിയിൽ നമ്മളൊന്നും കോംപ്രമൈസ് ചെയ്തിട്ടില്ല. അത് അവിടെ പണിയാൻ ചില്ലെന്നോർത്ത് എല്ലാവരും ചോദിക്കും, ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു റേറ്റ് ഡിഫറൻസ് ഇല്ലേ? അത് വേണ്ട, എടുത്ത സാധനം ഇത് നല്ലത് തന്നെ ചെയ്താൽ മതി എന്ന് തന്നെ പറയും. ശരി. ഇത്രയും ചെയ്തതിന് ശേഷം 2018 തൊട്ട് നമ്മുടെ MVD ഇഷ്യൂ വന്ന് ഇത്രയും റേഞ്ചിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേന് നമുക്കിതെല്ലാം അഴിക്കേണ്ടി വന്നു. ആ സിറ്റുവേഷൻസൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്തു? അത് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭരണഘടന അല്ലെങ്കിൽ മീൻസ് റൂൾസ്, RTO റൂൾസിൽ കുറച്ച് നിയമങ്ങളും കാര്യങ്ങളുണ്ട്. അത് നമ്മളെല്ലാവരും പാലിക്കാനായിട്ട് ബാധ്യസ്ഥരാണ്. അതിനോട് തന്നെ യോജിച്ച് പോകാനായിട്ട് താല്പര്യമുള്ള ഒരാൾ തന്നെയാണ് ഞാൻ. മനസ്സിലായി. പക്ഷേ ഒരു എന്താ പറയുക, ഒരു ക്രൈസ് കൊണ്ട് നമ്മൾ ചെയ്ത് തുടങ്ങി വെച്ച കാര്യങ്ങളാണ്. അപ്പോൾ അതിനന്ന് ബാക്ക് ചെയ്യാനായിട്ട് പറ്റുന്നില്ല, മീൻസ് കുറയ്ക്കാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു കൊടുക്കുന്ന ആൾക്കാർക്ക് ഒരു നമ്മുടെ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, മനസ്സിലായി, നമ്മളെന്താണ് അടുത്ത് പുതിയതായിട്ട് കൊണ്ടുവരുന്നത്, അവർക്കൊരു കുറവ് അല്ലെങ്കിൽ അയ്യോ ഇത് കുറഞ്ഞു അല്ലെങ്കിൽ അത് അതിനേക്കാളും മോശം അല്ലെങ്കിൽ അത് ശരിയായില്ല. നമ്മളിപ്പോൾ ഉദാഹരണം പറയത്തില്ല, ഇപ്പം എന്താ സിമ്പിളായിട്ട് എക്സാമ്പിൾ പറയും, ഇപ്പം സോണി അല്ലെങ്കിൽ ആപ്പിൾ ഒരു ഐറ്റം ഇറക്കുമ്പോഴത്തേന് അതിനൊരു ക്വാളിറ്റി ഉണ്ട്. അതുപോലെയാണ് വണ്ണസ്. അത്ര അങ്ങനെയല്ല, നമുക്ക് അതെ അതെ പറയുന്നതിനൊരു ലിമിറ്റ് ഇല്ലല്ലോ. അതിൽ നമ്മൾ എന്താ പറയുക വളരെ സ്നേഹിക്കുന്നുണ്ട് നമ്മുടെ പ്രസ്ഥാനം, അതുപോലെ ആള് തിരിച്ചും തരുന്നുണ്ട്. ഒരു സോഷ്യൽ മീഡിയയെ കറക്റ്റായിട്ട് യൂസ് ചെയ്ത് അതിനെ ക്യാഷ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. ഓക്കെ. ഇപ്പം നമ്മൾ ബസ് സെഗ്മെൻറ്റ് നമ്മൾ നോക്കുവാണെങ്കിൽ ഇത്രയും 100K മുകളിൽ ഫോളോവേഴ്സ് ഉള്ള ഒരു പേജ്, ഇത്രയും ഫാൻസ് ഉള്ളൊരിത്,
എങ്ങനെയാണ് ഈ സോഷ്യൽ മീഡിയ ഈ ഐഡിയയിലേക്ക് എങ്ങനെയാണ് എത്തുക? സോഷ്യൽ മീഡിയ വഴി നമുക്കിതിനെ പുള്ള് ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും നമുക്ക് ഓട്ടോ എടുക്കുന്നുണ്ട്. അങ്ങനെ കുറേയധികം കാര്യങ്ങൾ നമ്മളിതിനകത്ത് ഫോക്കസ് ആയിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ഇതിലേക്ക് എത്തിയത്? അത് ശരിക്കും പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് 2017-18 കഴിഞ്ഞ് കഴിഞ്ഞിട്ടായിരിക്കും ഇച്ചിരി കൂടി ഒക്കെ എല്ലാവരും ആക്റ്റീവ് ആയത്. ഫേസ്ബുക്ക് ആണെങ്കിലും എല്ലാവർക്കും അറിയാമെങ്കിലും ഒക്കെ ഇത്രയും മനസ്സിലായതൊക്കെ. അതിനു മുമ്പേയും നമ്മൾ എനിക്ക് തോന്നുന്ന ഗ്രാസ് പേപ്പറൊക്കെ കൊല്ലത്തുനിന്നും ട്രിവാൻഡ്രത്തു നിന്നൊക്കെ തന്നെയാണ്, പത്തനംതിട്ട എന്നീ സ്ഥലങ്ങളിൽ തന്നെയാണ് ഓടിയത്. അത് ആ കോളേജിൽ നിന്ന് യാത്ര പോയി തിരിച്ച് നമ്മൾ കൊണ്ടുവന്നവരെ നമ്മൾ കൊടുത്ത ആ റിസൾട്ടിന്റെ ബേസിലാണ് വന്നത്. കറക്റ്റ്. ഈ ശരിക്കും ഈ സോഷ്യൽ മീഡിയ ആരാണ് ഹാൻഡിൽ ചെയ്യുന്നത്? സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യാൻ തന്നെ ഒരു വിങ് ഉണ്ട്, ആൾക്കാർ തന്നെയുണ്ട്. അത് നല്ല അത് കുറേ പ്രാവശ്യം ഫിൽട്ടർ ചെയ്ത് തന്നെയാണ് കാര്യങ്ങളെല്ലാം നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്, പബ്ലിക്കിലേക്ക് നമ്മൾ വിടുന്നത് എല്ലാം. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റിലേക്ക് എങ്ങനെയാണ് എത്തിയത്? ഇതിലൂടെ നമുക്ക് കുറച്ചുകൂടെ മാർക്കറ്റ് ചെയ്യാം, അങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലല്ല ഇത് തുടങ്ങുന്നത്. രാഹുൽ എന്ന് പറഞ്ഞ എൻ്റെ ഒരു കസിൻ തന്നെയാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. ഫേസ്ബുക്ക് അങ്ങനെ ആദ്യത്തെ ഒരു 3-4-5 ഫസ്റ്റ് 5 ലൈക്കിലൊക്കെ ഞങ്ങളെല്ലാവരും ഉള്ള. അപ്പോൾ അങ്ങനെ ഒരു പേജ് തുടങ്ങാമെന്നുള്ള രീതിയിലാണ് തുടങ്ങിയത്. പക്ഷേ അതിലൂടെ ഇത്രയും രീതിയിൽ നമുക്ക് സോഷ്യൽ മീഡിയയിൽ ചെയ്യാൻ പറ്റുമെന്നൊക്കെ നമ്മൾ ഒരു 3-4-5 വർഷമല്ലേ ആയിട്ടുള്ളൂ അറിയാനും മനസ്സിലാക്കാനൊക്കെ തുടങ്ങിയിട്ട്. ആ സമയത്ത് അങ്ങനെ തുടങ്ങിയതല്ല, ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് തുടങ്ങിയതല്ല, അതിലേക്ക് വന്നെത്തുമായിരുന്നു, ചേരുമായിരുന്നു ചെയ്തത്. പിന്നെ അതിലൂടെ തന്നെ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റി. ഓക്കെ. നമ്മളിപ്പോൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ നമ്മൾ കേരളത്തിലേക്ക് എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഈ ബസ് ഫാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത അത്രയും ഭ്രാന്തമായിട്ട് ബസ്സിനെ സ്നേഹിക്കുന്ന ആളുകളുള്ള സ്ഥലമാണ് കേരളം. ഒരു ക്ലാസിക് എക്സാമ്പിൾ പറയാം. നമ്മളുടെ ഏറ്റവും അടുത്തൊരു സുഹൃത്തുണ്ട്, ബിബിൻ എന്നാണ് അത് പുള്ളിയുടെ പേര്. അപ്പം ഭയങ്കര വണ്ണസിൻ്റെ കൊടിയ ഭക്തനാണ്. അപ്പോൾ അവൻ ഏത് റൂട്ടിൽ കൂടെ വണ്ണസ് പോവാണെങ്കിലും അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസ് ഇടാതെ വിടത്തില്ല, അത്രയും ഭയങ്കര സ്നേഹിക്കുന്നതാണ്. അപ്പം ഞാനൊരു ദിവസം ഇങ്ങനെ പന്തളം റൂട്ടിൽ ഇതുപോലെ റോഡ് നിൽക്കുക രാത്രിയിലാണ്. അപ്പോൾ ഞാനിങ്ങനെ വണ്ടി എടുത്ത് ഇങ്ങനെ നിന്നപ്പോഴത്തേന് ഒരു ബസ് ഇങ്ങനെ പോയപ്പോഴത്തേന് ഞാൻ ചുമ്മാ ഒരു ഫോട്ടോ സൂം ചെയ്തിട്ടെടുത്തു. ഏത് ബസ്സാണെന്ന് പോലും അറിയത്തില്ല. അപ്പോൾ ഞാൻ ഈ ഫോട്ടോ ചുമ്മാ എടുത്ത് അയച്ചു കൊടുത്തപ്പോഴത്തേന് അവൻ ഇന്ന മോഡൽ, ഇന്നത്, ഇന്ന പേരെന്ന് പറഞ്ഞുകൊണ്ട് ആ വണ്ടിയുടെ ഡീറ്റെയിൽസ് എല്ലാം പുള്ളി പറഞ്ഞു. ഞാൻ ചോദിച്ചു ഇത് എങ്ങനെയാടാ? അവൻ ഇങ്ങനെ സൂം ചെയ്ത് അറ്റത്ത് കണ്ട് ഇത് കണ്ടോ, ഇത് ഇന്ന ബസ്സിൻ്റെ ആണെന്ന്. ഞെട്ടിപ്പോയി ഞാൻ. പക്ഷേ അത്രയും ഇതായിട്ട് പക്ഷേ നമുക്ക് പോലും അറിയാൻ പറ്റാത്ത രീതിയിൽ സ്റ്റഡി ചെയ്യുന്നുണ്ട് ഭയങ്കരമായിട്ട് ബസ്സിനെ കുറിച്ച്. ബസ്സിൻ്റെ ഇത് കൊണ്ടോ, ഇത് ഇന്ന ബസ്സിൻ്റെ ഇന്നതാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി ഞാൻ ആ ഒരു ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന്. അത്രയും ഫാൻസ് ഉള്ളതാണ് നമ്മളുടെ ഒരു ബസ്സിനെ സെഗ്മെൻറ്റിൽ. ശരിക്കും പറഞ്ഞാൽ ഈ ഫാൻ ഫൈറ്റിംഗ് നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഫേസ്ബുക്കിൽ ഇൻസ്റ്റയിൽ മൊത്തത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഭയങ്കര ഫാൻ ഫൈറ്റിംഗ് ആണ്. ഇതിനെ എങ്ങനെ മാനേജ് ചെയ്യുന്നു? ഇതിനെക്കുറിച്ച് എന്താണ് പറയേണ്ടത്? എനിക്കതിനെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മളൊരു കാരണവശാലും അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളല്ല. എൻ്റെ അറിവിലൂടെയാണ് ഞാനത് അപ്പം തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ സ്പോട്ടിൽ തന്നെ ഡിലീറ്റ് ചെയ്ത് കളയാൻ പറയും. അല്ലെങ്കിൽ ഞാനത് ആരാ ഇട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മളത് അവരെ താക്കീത് ചെയ്തത് സ്റ്റോപ്പ് ചെയ്യും. അപ്പം ആ ഒരു രീതി അറിയാവുന്നതുകൊണ്ട് നമ്മുടെ ഭാഗത്തുനിന്ന് നമുക്കിപ്പോൾ ഒഫീഷ്യലായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട് ഒത്തിരി പേരും. അവരുടെ ഭാഗത്തുനിന്നും നമ്മുടെ മെയിനായിട്ട് നിൽക്കുന്ന ആൾക്കാരുടെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഒരു ഇതും വരത്തില്ല. ഇതിൻ്റെ പേരിൽ കുറേ ഫേക്കായിട്ടുള്ള സംഭവങ്ങൾ ആൾക്കാർ ഓരോരോ പേജ് അങ്ങനെ തുടങ്ങിയിട്ട് നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി, മറ്റുള്ള ആൾക്കാരെ ഇറിറ്റേറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ചെയ്യിക്കുന്നുണ്ട്. പക്ഷെ അത് ജെന്യുവൻ ആണെന്ന് അവരുകൂടി നോക്കിയിട്ട് വേണം അവരും കൂടി ഇതിനകത്ത് ഇൻവോൾവ് ആകാനുള്ള രീതിയിലാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ നമ്മളായിട്ട് ഒരു കാരണവശാലും അത് ഇനിയും അങ്ങനെ തന്നെയായിരിക്കും, അത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഫാൻ ഫൈറ്റ് ചെയ്യുന്ന ആൾക്കാരെ പോലെ ആണോ ശരിക്കും ഈ ഓണേഴ്സ്? ഇല്ല, ഒരിക്കലും ഞങ്ങൾ എല്ലാവരും തമ്മിൽ അത്യാവശ്യം നല്ല രീതിയിൽ കമ്പനിയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് വെച്ചാൽ വാഹനമാണ്, ആർക്കാണ് എവിടെ വെച്ചിട്ടാണ് ഒരു സംഭവിക്കുക ഇത് പറയാൻ മനസ്സിലായി. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമ്മൾ സഹകരിച്ച് തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഓക്കെ. പിന്നെ ഓരോരുത്തർക്ക് ഒരേ ആൾക്കാരുടെ
നേച്ചറുണ്ട്. അതെ, അതിൻ്റെ രീതിയിൽ പോവും. ഓക്കെ, ഇനി നമുക്ക് നമ്മളുടെ ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് കിടക്കാം. ഇത്ര നേരം നമ്മൾ കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ബസ് സെഗ്മെൻറ്റ്, ബസ് ബിസിനസ്, പ്രത്യേകിച്ച് നമ്മുടെ ടൂറിസ്റ്റ് സെഗ്മെൻറ്റ്, ഇപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ ട്രക്കിൻ്റെയും ബിസിനസ്സിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് കുറേയധികം ഇഷ്യൂസ് നമ്മൾ ഫേസ് ചെയ്യാറുണ്ട്. പ്രധാനമായിട്ടും ഈ ബസ്, പ്രത്യേകിച്ച് ഇങ്ങനത്തെ നമ്മുടെ ടൂറിസ്റ്റ് ബസ് സെഗ്മെൻറ്റ് ബിസിനസ് ഇപ്പോഴത്തെ അവസ്ഥയിൽ എങ്ങനെയുണ്ട്? ഇപ്പോഴത്തെ അവസ്ഥയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു ഞാൻ പറഞ്ഞില്ലേ, അല്ലെങ്കിൽ ഒരു കോവിഡിന് മുമ്പൊക്കെ നമ്മുടെ 4 വണ്ടിയുടെ ഡെലിവറി കിങ് ബുള്ളിയോ മെട്രിക്സ് ഡിഫൻഡർ ആ ഒരു സമയത്തൊക്കെ നല്ല ഒരു എന്താ പറയുക, ശരിക്കും ഒരു പൊട്ടൻഷ്യലായിട്ടുള്ള ഒരു ബിസിനസ് തന്നെയായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക, ഏൺ ചെയ്യാൻ വേണ്ടി മാത്രം, അല്ലെങ്കിൽ നമുക്ക് സമ്പാദിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കൊരു സർവീസ് കൊടുക്കാൻ നേരത്ത് അവർ തരുന്ന ആ സാറ്റിസ്ഫാക്ഷനിലൂടെയാണ് നമ്മൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ ഇൻകം അല്ലെങ്കിൽ അതിനകത്ത് കിട്ടണം. അത് എനിക്ക് തോന്നണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ബാലൻസ്, അല്ലെങ്കിൽ വണ്ടി ഓടി വരുന്ന ഒരു 2022 ആ കോവിഡ് കഴിഞ്ഞിട്ടൊക്കെ ഓടുന്ന അതേ ബാലൻസ് തന്നെയുള്ളൂ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നത്. അന്ന് വാല്യൂ ഓഫ് മണി വെച്ച് നോക്കുമ്പോൾ 18-ലും 15-ലൊക്കെ വാല്യൂ ഓഫ് മണി വെച്ച് നോക്കാൻ നേരത്ത് ഒരു ബാലൻസ്, ഒരു 30,000 ബാലൻസ് വരുമ്പോൾ അന്ന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷെ ഇന്ന് 30,000 വരാൻ നേരത്ത് ഡീസലിൻ്റെ വാല്യൂ അന്ന് എനിക്ക് തോന്നുന്നത് 70 ആ സമയം ഒക്കെ ഉള്ളൂ. 15-ലൊക്കെ 75, 80 അത്രയൊക്കെ ഉണ്ടുള്ളൂ. എക്സൽ ഞാൻ ഓർക്കുന്നില്ല. എന്നാലും ഇപ്പോൾ അത് നിയർ ബൈ 100-ൻ്റെ അടുത്ത് വരെ അല്ലേ, 90 എപ്പോഴാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. 95-ലോട്ടൊക്കെ എത്തിയാൽ അതാ. അപ്പം അവർക്ക് നമ്മുടെ സ്റ്റാഫുകൾക്ക് കൊടുക്കുന്ന സാലറി ഒക്കെ വ്യത്യാസം വരുന്നുണ്ട്. പക്ഷേ ഇൻകം അല്ലെങ്കിൽ ഇതിനകത്ത് നമ്മൾ ആ സമയത്ത് റവന്യൂടെ വാല്യൂ കുറവാണ്. ട്രിപ്പുകളുണ്ട് നമ്മുടെ ആ ഒരു ഫസ്റ്റിലെ നമ്മൾ ആ തുടക്ക സമയം മുതൽ തന്നെ നമ്മൾ കൊണ്ടുവന്ന നമ്മുടെ സ്ട്രാറ്റജിയും പോളിസിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മുടെ ക്വാളിറ്റിയിൽ നിന്നും കോംപ്രമൈസ് ചെയ്യാതെ ഭംഗിയായിട്ടത് കൈകാര്യം ചെയ്യുക. എന്തെങ്കിലും ഒരു ചെറിയൊരു പാളിച്ച പറ്റിയാൽ നമ്മളത് കോംപ്രമൈസ് ചെയ്ത് അവരെ ഭദ്രമായിട്ട് തന്നെ നമ്മൾ തിരിച്ച് പോയിന്റിൽ തന്നെ എത്തിക്കും. അതുകൊണ്ട് ആണ് ഇതൊക്കെ ഇപ്പം ഭംഗിയായിട്ട് തന്നെ പോകുന്നത്, കറക്റ്റ് ചെയ്ത് അറേഞ്ച് ചെയ്യാൻ കൊണ്ടുപോകാൻ പറ്റണം. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമ്മളുടെ ഇപ്പോൾ ഒരു ബസ് എടുക്കുവാണെങ്കിൽ പ്രധാനമായിട്ട് എന്തൊക്കെ ചിലവുകളാണ് നമുക്ക് തുടങ്ങുവാണെങ്കിൽ പറയുന്നത്? നമുക്ക് ചിലവുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം സ്റ്റാർട്ടിങ് ഫ്രം ദ ചേസ് നമ്മളൊരു റേറ്റ് പറഞ്ഞ് നമ്മൾ എൻ്റെ ഒരു എക്സ്പെൻസ് പറയുകയാണെങ്കിൽ ചാസി എനിക്ക് തോന്നുന്ന 32 ആ റേഞ്ചിൽ വരുന്നുണ്ട് ഇപ്പം. പിന്നെ ബോഡിക്ക് ഏകദേശം ഒരു AC ഒക്കെ വെച്ചിറക്കാൻ നേരത്തെ ഏകദേശം 25 നമ്മുടെ രീതിയിലൊക്കെ പണിത് വരാൻ നേരത്തെ 25 ഒക്കെ വരും. സെറ്റ് ഡൗൺ വരാൻ നേരത്തെ ഓൾമോസ്റ്റ് 50 ലക്ഷം തന്നെ നമ്മളുടെ ബസ്സിൻ്റെ തന്നെ വരുന്നുണ്ട്. പിന്നെ അഡീഷണൽ AC നമ്മൾ ഇൻക്ലൂഡിങ് ആക്കിയാണല്ലോ പറഞ്ഞത്. പിന്നെ നമുക്ക് സെറ്റ് ഒക്കെ ചെയ്യുന്ന ഓരോരുത്തരുടെ ഇപ്പോഴത്തെ നിയമപ്രകാരമായിട്ടുള്ള രീതിയിലൊക്കെ നോക്കി വരാൻ നേരത്തെ ഏകദേശം ഒരു 5 to 6 ഒക്കെ വരും. ഇന്റീരിയർ ലൈറ്റ് ആൻഡ് സൗണ്ട് ഫുൾ അല്ല, സൗണ്ട് സിസ്റ്റം മാത്രം. ലൈറ്റ് സിസ്റ്റത്തിനും അഡീഷണൽ ആയിട്ട് വരും. പിന്നെ അത് കുറേ ആൾക്കാരുടെ ഒരു 10 ലക്ഷം രൂപ റേഞ്ചിനുള്ളിൽ ലൈറ്റ് ആൻഡ് സൗണ്ട് നിൽക്കുമോ? 10-12 രൂപയോളം വേണ്ടി വരും. ഇപ്പം നമ്മൾ പഴയ പോലെ വലിച്ചു വാരിയല്ല കൂടുതലും ചെയ്യുന്ന സാധനം പെർഫെക്റ്റ് ആൻഡ് ക്വാളിറ്റിയിൽ ചെയ്യണമെന്നുള്ളത്. അതുകൊണ്ട് അത് വാല്യൂ കൂടുതലാണ്. പണ്ട് ഇപ്പോൾ ഒരു സ്പീക്കറിന് ഒരു 12,000 ഒക്കെ ഉള്ളെങ്കിൽ ഇപ്പോൾ ഒരു 25 ആ രീതിയിലുള്ള സാധനങ്ങളൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒരു 10 to 12 ലക്ഷം റേഞ്ചിലേക്ക് നമുക്ക് സൗണ്ട് സിസ്റ്റം ആൻഡ് ലൈറ്റ് ആൻഡ് സൗണ്ടിലേക്ക് വരും. അത് കഴിഞ്ഞ് നെക്സ്റ്റ് അടുത്ത ചിലവ് എന്താ വരുന്നത്? പിന്നെ നമ്മളെ സംബന്ധിച്ച് ഇപ്പം നേരത്തെ അല്ലേ, ഇപ്പം ഓൾ ഡേ പെർമിറ്റ് ആയതുകൊണ്ട് ഗ്രാഫിക്സ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ആയിട്ടുള്ള എക്സ്പെൻസ് വരുന്നുണ്ട്. പിന്നെ വണ്ടി ടാക്സ്, പെർമിറ്റ്, ഇൻഷുറൻസ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളോട് വരുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു ഓൺ റോഡ് ഇറങ്ങുമ്പോഴത്തേന് ഓൾ ടോട്ടൽ എത്ര ആവും എമൗണ്ട് വരുമ്പോൾ? നമ്മുടെ ഒരു കാൽക്കുലേഷനിൽ ഒരു 65-70 ഉള്ളിൽ വരും. സോ നോർമൽ ഒരു ലൈലാൻഡ് ഇറങ്ങി വരുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ രീതിയിൽ. ഇപ്പം നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് ഒരു 10 വണ്ടി, അത് കഴിഞ്ഞ് നമ്മുടെ ഈ സെഗ്മെൻറ്റ് കുറേ വണ്ടി എടുത്തതിന് ശേഷം ഇപ്പോഴാണ് ഭാരത് ബെൻസിലേക്ക് കിടക്കുന്നത്. എന്തുകൊണ്ടാണ് അന്ന് മൊത്തം ലൈലാൻഡ്? നമ്മളിപ്പം എപ്പോഴും നമ്മൾ പറയുന്ന പോലെ പുതിയ പുതിയ കാര്യങ്ങൾ എപ്പോഴും ചെയ്യാൻ വേണ്ടി ആഗ്രഹമുള്ള ഒരാളാണ്. പക്ഷെ എന്തുകൊണ്ട് ലൈലാൻഡിൽ മാത്രം പിടിച്ചു പുതിയ വണ്ടികളെടുത്ത് പരീക്ഷിക്കാതെ? അല്ല, അന്നും ഈ വോൾവോ എടുക്കണമെന്നും അല്ലെങ്കിൽ ഭാരത് ബെൻസ് അതുപോലത്തെ വാഹനങ്ങളൊക്കെ ഈ ഇപ്പോഴാണ് നമ്മൾ വോൾവോ അല്ലെങ്കിൽ സ്കാനിയൊക്കെ എടുക്കണമെന്നും സ്കാനിയയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ മൂവ് ചെയ്തതായിരുന്നു, പാക്കേജും കാര്യങ്ങളൊക്കെ ഓടാൻ, ഫോറിനേഴ്സിൻ്റെ ട്രിപ്പുകളൊക്കെ ഓടാനായിട്ട്. പക്ഷെ അന്നേരമാണ് സ്കാനിയ വൈൻഡപ്പ് ചെയ്തത്. പിന്നെ ഫ്ലഡ് വന്ന്
പക്ഷെ അപ്പോഴും ഈ ലെയ്ലാൻഡ് അല്ലാതെ മറ്റൊരു ബ്രാൻഡ് എന്താ നോക്കാൻ ഞാൻ ഉദാഹരണം പറഞ്ഞാൽ ടാറ്റ ഉണ്ട്, ഈഷർ ഉണ്ട്, ആ സെഗ്മെന്റിൽ കുറെ വണ്ടികളുണ്ടല്ലോ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നു, നമ്മുടെ ഒരു വണ്ണസ് എന്ന് പറഞ്ഞ കുറച്ച് ഘടകങ്ങൾ കൂടിച്ചേരാൻ ഒരു ഘടകം അശോക് ലെയ്ലാൻഡിന് നമ്മൾ പ്രാധാന്യം, പിന്നെ അവരുടെ സൈഡിൽ നിന്നുള്ള സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ബ്രാൻഡ് മീൻസ് കമ്പനികളും ടാറ്റ ആണെങ്കിലും ഏഷ്യർ ആണെങ്കിലും എല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്യുന്നുള്ളൂ. മനസ്സിലായി. നമ്മളിപ്പോൾ നോക്കുവാണെങ്കിൽ BS3, BS4, BS6 ഈ സെഗ്മെൻറ്റിലുള്ള വണ്ടി വെച്ച് നോക്കും, നമ്മളെ സർവീസും അല്ലെ നമ്മളുടെ ഇപ്പോൾ ഓടി വരുന്നതും വണ്ടിയുടെ ഓൾ ടോട്ടൽ ചിലവൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയുണ്ട് ഈ മൂന്നെണ്ണത്തിന്? വണ്ടി ബേസ് ചെയ്ത് കുറവാണ്. ഇപ്പോൾ റീസെൻ്റ്ലി വന്ന വണ്ടികളൊക്കെ BS6 ഒക്കെ എന്ന് പറഞ്ഞാൽ മൈലേജ് എന്ന് പറഞ്ഞ സാധനം തീരെ കുറവാണ്. 4 അല്ലെങ്കിൽ ഒരു 3.8 വിടാതെ AC-യിലാണെങ്കിൽ നമുക്ക് വിടാതെ കിട്ടിക്കൊണ്ടിരുന്ന BS3 ഒരു 5-6 റേഞ്ച് ഒക്കെ കിട്ടത്തില്ല. അത്രയും കിട്ടും. നമ്മൾ ബോഡി വെയിറ്റ് കൂടുതൽ സാധാ വണ്ടികൾക്ക് കിട്ടുമായിരുന്നു തോന്നി, സെഡ് ഓൺ അല്ലാത്ത അതിനും കിട്ടുമായിരുന്നു. 210 കിട്ടുമായിരുന്നു, 4.5 ഒക്കെ കിട്ടുമായിരുന്നു. പക്ഷെ നമുക്ക് കിട്ടുന്നില്ലെന്നല്ല, നമുക്ക് ചില ആൾക്കാർ ഡ്രൈവ് ചെയ്യുമ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ ഹൈ റേഞ്ച് അല്ലാതെയൊക്കെ പോയിട്ട് വരുമ്പോൾ എബോ 4.3 ഒക്കെ കിട്ടാറുണ്ട്. ഓക്കെ. പിന്നെ ഈ ഒരു ഇഷ്യൂസൊക്കെ വന്ന് നമ്മൾ സ്പീഡൊക്കെ ലോക്ക് ചെയ്തായിരുന്നല്ലോ, അന്നേരം 4.5 വരെയൊക്കെ വന്നിട്ടുണ്ട്. അതേപോലെ മറ്റൊരു കേസാണ് ഇപ്പം മുമ്പേ ഓജസിനെ കുറിച്ച് പറഞ്ഞു, നമ്മുടെ ബൈച്ചേട്ടനെ കുറിച്ചൊക്കെ പറഞ്ഞു. പ്രകാശിലാണ് നമ്മുടെ സെക്കൻഡ് വണ്ടി ചെയ്യുന്നത്. പിന്നീട് എന്തുകൊണ്ട് പ്രകാശിൽ മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്യുന്നു? അല്ലെ പ്രകാശിൽ തന്നെ ഇനിയുള്ള നമ്മളുടെതെല്ലാം പോകും? അവിടെ അന്നും കുറേ ഇഷ്ടംപോലെ ബ്രാൻഡ്സ് ഉണ്ടായിരുന്നല്ലോ നമ്മളുടെ പല പല ബോഡി ചെയ്യുന്ന ആളുകൾ. അവിടെ എന്താ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ? അത് സെഡ് ഓണിനെ നമ്മൾ അത്രയും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. സെഡ് ഓൺ നമ്മുടെ മനസ്സിലേക്ക് കയറിപ്പോയി. അതിപ്പോഴും ഒത്തിരി ആൾക്കാർ മാറ്റി ചെയ്യുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് അതിൽ നിന്നും അങ്ങോട്ടേക്ക് മാറാനായിട്ട് തോന്നുന്നില്ല. മനസ്സിലായി. അതെ, അതുമായിട്ട് ഇണങ്ങിപ്പോയി. പ്രകാശിനെ പറ്റി പറയുകയാണെങ്കിൽ പ്രകാശ് നല്ല ബോഡിയാണ്, നല്ല ബോഡി ബിൽഡിങ് തന്നെയാണ്. എനിക്ക് തോന്നുന്നത് ദശാവതാരമാണെന്ന് തോന്നുന്നു നമ്മൾ ഏറ്റവും കൂടുതൽ പെട്ടെന്നിറങ്ങി വന്ന വണ്ടി. എനിക്ക് തോന്നുന്നത് 26 അല്ലെങ്കിൽ 28 ഡേയ്സിന് വണ്ടി ഡെലിവറി ആയിരുന്നു ചേസി എന്നിട്ട്. അത്രയും പെട്ടെന്ന് ചില സമയത്ത് അങ്ങനെ ചെയ്തു തരും. ഭാരത് ബെൻസിലേക്കാണ് നെക്സ്റ്റ് ഇപ്പം നമ്മളൊരു ഇതിലേക്ക് വന്നത്. അപ്പം അവിടെ എന്താണ് ഒരു പുതിയൊരു മാറ്റം കൊണ്ടുവരാം ബസ് സെഗ്മെൻറ്റിലേക്ക്? നമ്മളിപ്പോൾ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്, പുതിയ വണ്ടി എടുക്കാൻ നേരം നമ്മൾ എന്തായാലും ഇൻഡസ്ട്രി മൊത്തം ഒന്ന് അന്വേഷിച്ചതിന് ശേഷമാണ് നമ്മൾ പുതിയ ബസ്സിലേക്ക് വരുന്നത്. ലെയ്ലാൻഡിൽ നിന്ന് നെക്സ്റ്റ് സ്റ്റെപ്പ് ഭാരത് ബെൻസ് ഗ്ലൈഡറിലേക്കാണ് എടുത്തു വെച്ചത്. ഗ്ലൈഡറിലേക്കുള്ള 45 സീറ്റർ, അതിലേക്ക് എന്താണ് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന എൻക്വയറീസിൻ്റെ റേഞ്ച് മാറാൻ തുടങ്ങി. കോവിഡ് കഴിഞ്ഞിട്ട് പിന്നെ ആൾക്കാർക്ക് കംഫർട്ടബിളും ആൾക്കാർക്ക് ഏറ്റവും ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് ആൾക്കാർക്ക് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള എന്താണ് നമുക്ക് അത് അതിലോട്ട് ചൂസ് ചെയ്യാനായിട്ട് എല്ലാവരും മനസ്സിലായി. ഈ 2+2 3+2 റേഞ്ചിലേക്ക് നോക്കുമ്പം 2+2 തന്നെയാണ് കംഫർട്ടബിൾ. ഇപ്പോൾ ഇച്ചിരി ഒരു സൈസായിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഇരിക്കാനായിട്ട് 2x2 സീറ്റ് തന്നെയാണ് എപ്പോഴും കംഫർട്ടബിൾ. അതേ യാത്ര ചെയ്ത ആൾക്കാർക്ക് 3x2 ഭയങ്കര ഡിസ്കംഫർട്ടായിരിക്കും. ഈ നമ്മൾ അശോക് ലെയ്ലാൻഡിനെ വെച്ച് നോക്കുമ്പോഴത്തേനും നമ്മുടെ ഭാരത് ബെൻസിൻ്റെ വണ്ടികൾ എങ്ങനെയുണ്ട്? അവരെല്ലാവരും എനിക്ക് അറിയാവുന്നതാണ്. അങ്ങനെയല്ല, എന്നാലും മനസ്സിലായി. ട്രാവലിംഗ് കംഫർട്ട് എപ്പോഴും ഭാരത് ബെൻസാണ്. ഇപ്പം നിലവിൽ നമ്മളിപ്പോൾ ലൈലാൻഡ് ഏഷ്യർ അതൊക്കെ വെച്ചിട്ട് നോക്കുമ്പോൾ ഭാരത് ബെൻസിന് ഇച്ചിരി കംഫർട്ടബിൾ ഉണ്ട്. പക്ഷേ ബാക്കിൽ തന്നെ ടാറ്റയും ലൈലാൻഡൊക്കെ ഇതേ കംഫർട്ടബിൾ പുതിയ സെഗ്മെന്റിൽ ഇനി വരുന്നുണ്ട് അവരുടെ. ഇപ്പോൾ രണ്ടാമത് ഇപ്പം ഓൾ ഇന്ത്യ പെർമിറ്റ് റേഞ്ചിലേക്ക് നമ്മളിപ്പോൾ വന്നു. ഓക്കെ, അതിനകത്ത് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ബാംഗ്ലൂർ, തിരുവല്ല അങ്ങനെ ആ ഒരു സെഗ്മെന്റിലേക്ക് ഇപ്പം ഇറങ്ങി. കുറച്ച് കാര്യങ്ങളൂടെ മറ്റേതിലുണ്ട്, അത് നമുക്ക് ലാസ്റ്റിലേക്ക് ചോദിക്കാം. ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് കയറിയിട്ട് ഞാൻ പറയാം. അപ്പം ഈ ഒരു സെഗ്മെൻറ്റ് അത്യാവശ്യം നമ്മൾ നോക്കുവാണെങ്കിൽ കോസ്റ്റ് കൊണ്ട് നമുക്ക്, അതായത് കോമ്പറ്റീഷൻ കൊണ്ട് നമുക്ക് നിൽക്കാൻ പറ്റത്തില്ലാത്തൊരു ഏരിയയാണ്, പ്രത്യേകിച്ച് ഈ ബാംഗ്ലൂർ റൂട്ട് എന്ന് പറയുന്നത്, സർവീസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിലേക്ക് എങ്ങനെയാണ് ഇറങ്ങിയത്? അതിലേക്ക് എത്തിപ്പെടാനുള്ള കാരണങ്ങൾ? അതിലേക്ക് എത്തിപ്പെടാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വടക്കാഞ്ചേരിയിൽ അപകടം ഉണ്ടായതിനു ശേഷം നമ്മുടെ കളർ, നമുക്ക് നമ്മുടെ ഒരു ഡിസൈൻ, നമ്മുടെ ഗ്രാഫിക്സ്, നമ്മുടേതായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി ആയിരുന്നു. അപ്പോൾ അത് മാഞ്ഞു പോകുന്നത് കണ്ണുകൊണ്ട് കാണേണ്ടി വന്നു. അത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കി. അപ്പോൾ ഇനി
ഇത് നമുക്ക് ക്വിറ്റ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം നമ്മൾ അത്രയും സ്നേഹിക്കുകയും പ്രണയിക്കുകയും ചെയ്യുന്നതാണ് വാഹനങ്ങളിലേക്ക്. അപ്പം ഇതിൽ നിന്ന് ഇനി വരുന്ന വാഹനങ്ങളെല്ലാം വൈറ്റ് എടുക്കേണ്ടി വരുമല്ല. അങ്ങനെ നമ്മൾ ആലോചിച്ചിട്ടാണ് പെട്ടെന്ന് ഭാരത് ബെൻസ് 45 സീറ്റർ ഇനി ആ ഒരു സെഗ്മെൻറ്റിലേക്ക് നോക്കാം. എന്നിട്ടും മനസ്സിൽ പിടിവിടാതെ അന്വേഷിച്ചിട്ട് തന്നെ ഇരുന്നു. അങ്ങനെയാണ് ഓൾ ഇന്ത്യ പെർമിറ്റിനെ കുറിച്ച് അറിയുന്നത്. പക്ഷെ ആ സമയത്ത് സീറ്റർ അങ്ങനെ ചെയ്യാൻ പറ്റുമെന്നൊന്നും അറിയില്ല. കൂടുതലും ആൾക്കാർ ഇൻട്രൊഡ്യൂസ് ആയി വന്നിട്ടുണ്ടായിരുന്നില്ല കേരളത്തിലേക്ക്. അങ്ങനെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴാണ് ഇൻ്റർസ്റ്റേറ്റ് വണ്ടി ഓടുന്ന വണ്ടികൾക്ക് നമുക്ക് കളറ് യൂസ് ചെയ്യാൻ പറ്റും, അതിന് തടസ്സമില്ല, ഓൾ ഇന്ത്യ പെർമിറ്റ് എടുത്താൽ മതി. ഓൾ ഇന്ത്യ പെർമിറ്റ് എടുക്കാൻ നേരത്ത് നമുക്ക് കുറേ ഉണ്ടല്ലോ, അപ്പം വെറുതെ അങ്ങോട്ട് കയറി എടുത്ത് കളറടിക്കാൻ വേണ്ടി മാത്രം ചെയ്യാൻ പറ്റത്തില്ല. അതൊരു എല്ലാം അല്ലേ ഒരു അതെ. അങ്ങനെയാണ് ഒരു ഡെയിലി സർവീസ് എന്നുള്ള രീതിയിലേക്ക് മൂവ് ചെയ്തത്. അതും ആ സമയത്തും കോവിഡ് കഴിഞ്ഞ, അല്ലെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാവരും വലിയ വലിയ ഓപ്പറേറ്റേഴ്സൊക്കെ ആയി ആ സമയത്ത് റീസ്റ്റാർട്ടായി വരുന്ന സമയമായതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ആ ഒരു സെഗ്മെൻറ്റിൽ കയറി പോകാൻ പറ്റിയത്. അപ്പോൾ ആ സമയത്തൊക്കെ അല്ലേ ദീപു ചേട്ടനാണെങ്കിൽ കർണാടകയിൽ കൊണ്ട് രജിസ്റ്റർ ചെയ്ത് നമ്മുടെ കളറൊക്കെ മാറ്റാൻ പുള്ളി കുറച്ചുകൂടെ വണ്ടി ഭ്രാന്തുള്ള ഒരാളാണല്ലോ. അപ്പം പുള്ളി അത് കൊണ്ടുപോകും. അത് ഭയങ്കര പ്രശ്നമായി, കോൺട്രവേഴ്സി ആയതും. നമ്മൾ പ്രധാനമായിട്ട് 2 കേസ് ആ സമയത്തൊന്നും ഉണ്ടായത്. ഒന്നാമത്തെ പ്രധാന പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഈ നമ്മളെപ്പോലെ കുറച്ചുകൂടെ ഹൈ എൻഡ് റേഞ്ചിലേക്ക് നിൽക്കുന്ന ഒരു ബസ് സെഗ്മെൻ്റ് ഉണ്ട്. പിന്നെ എങ്ങനെയും ജീവിക്കണം, നമുക്ക് ആ ബസ് കൊണ്ട് അന്നം നമ്മളെങ്ങനെയും അങ്ങനെയാണ് അങ്ങനെയുള്ള ഉദ്ദേശം. നമ്മൾ സർവീസിന് കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇപ്പം പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചറിയാം, ചില ആളുകൾ ഇപ്പം വണ്ടിക്ക് നന്നാക്കാൻ പൈസ ഇല്ലാതെ ട്രിപ്പിനിടയ്ക്ക് AC കട്ടായി പോകുന്നതും അങ്ങനത്തെ ഒത്തിരി വിഷയമുള്ള ആളുകളുണ്ടായിരുന്നു. ഇത് രണ്ടായിട്ടൊരു ചേരി തിരിവുണ്ടായിരുന്നു ആ ഒരു ടൈമിൽ. എന്നിട്ട് ഇത്രയും വലിയ ഇതിലേക്ക് ഇറക്കുന്ന ആളുകളെ ഭയങ്കരമായിട്ട് ക്രൂശിക്കുകയും അങ്ങനത്തെ ഒരു ടൈം ഉണ്ടായിരുന്നു, ഭയങ്കരമായിട്ട് ഫേസ് ചെയ്തുള്ളത്. അപ്പം ആ ഒരു ഏരിയയിലുള്ള ഒന്നീ നിങ്ങൾ ഇതിൽ ഇങ്ങനോട്ട് ഇറങ്ങിയോ, അല്ലെ നമ്മളുടെ ഒപ്പത്തിന് നിങ്ങൾ പോവാ എന്നുള്ളൊരു വലിയൊരു പ്രശ്നത്തിലേക്കാണ് അന്ന് എത്തിയത്. അന്ന് എങ്ങനെയായിരുന്നു അതിനെല്ലാം ഫേസ് ചെയ്ത് ഇതിൽ നിന്ന് ഊരി വന്നിട്ടുണ്ടെന്ന് ഉള്ള രീതിയിൽ പൂർണ്ണമായിട്ടും പറയാൻ പറ്റത്തില്ല. ഇപ്പോഴും അതുപോലത്തെ കാര്യങ്ങളൊക്കെ തന്നെയാണ് നടക്കുന്നത്. ഓക്കെ. പിന്നെ കാലത്തിനൊപ്പം നമ്മൾ നീങ്ങി സഞ്ചരിച്ച് ശരിക്കും പറയാം അവസാനം എന്തായി അതിൻ്റെ ഒരു പരിണിത ഫലം നമ്മൾ പറയുവാണെങ്കിൽ? അതിപ്പോൾ ഇപ്പോൾ നമ്മൾ ഓൾ ഇന്ത്യ പെർമിറ്റിൽ വരെ എത്തിച്ചു തന്നു. അത് തന്നെയാണ് അതിനത് മെയിനായിട്ട് പറയാനുള്ളത്. എന്ന് വെച്ചാൽ മാക്സിമം നമ്മളെ തളർത്താനായിട്ട് നോക്കി. പക്ഷേ കൂടെയുള്ള ആൾക്കാരുടെ സപ്പോർട്ടും ഫാമിലിപരമായിട്ടുള്ള സപ്പോർട്ടുമാണ് ഉള്ളപ്പോൾ നമുക്ക് അതുകൊണ്ടാണ് അതിജീവിച്ച് നേടണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിലല്ലേ നമുക്കത് കണ്ടെത്താൻ പറ്റുള്ളൂ. അങ്ങനെ കണ്ടെത്തിയാണ് തിരിച്ച് കളറിലേക്ക് കൊണ്ടുവന്നത്. ഓക്കെ. വളരെ പേഴ്സണലായിട്ട് ചോദിക്കുകയാണെങ്കിൽ ഈ ടൂറിസ്റ്റ് ബസ് മേഖലയെ ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്ത് ദ്രോഹിക്കുന്ന ഫീൽ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ തോന്നിയിട്ടുണ്ട്. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ പേഴ്സണലായിട്ടൊക്കെ നമ്മളെ വെച്ചിട്ടുണ്ട്. അതാരൊക്കെയാണെന്ന് എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് കൃത്യമായിട്ടൊക്കെ അറിയാം. എന്നാലും നമ്മൾ തിരിച്ച് നമ്മളങ്ങനെ ഒന്നും ചാൻസ് കിട്ടിയിട്ട് പോലും നമ്മൾ അങ്ങനെയൊന്നും വേണ്ട, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. മനസ്സിലായി. അത് കുറച്ചാൾ കഴിയുമ്പോൾ അവർക്കും മനസ്സിലാകട്ടെ എന്ന് പല ആളുകളും നമ്മളെ വിളിച്ചിങ്ങനെ ചോദിക്കുമ്പോൾ, ചേട്ടാ അതങ്ങനെ അവർ ചെയ്യുന്ന, അവരെ പറ്റി ഒരു വീഡിയോ ഇട്ടൂടെ, ഇങ്ങനെ അവരെ പറ്റി ഒരു വീഡിയോ ഇട്ടൂടെ, അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ ചോദിച്ചാൽ ഇങ്ങനെ മെസ്സേജ് വരും ഈ ഒരു കോൺട്രവേഴ്സിയുടെ സമയത്ത്. അപ്പോൾ ഞാനിങ്ങനെ പലപ്പോഴും പറയും, നമ്മളിപ്പം ഇപ്പം എല്ലാവരും കാണിക്കുന്ന പോലെ അങ്ങോട്ട് ചെന്നു അതിനെപ്പറ്റി അങ്ങനെ 4 വർത്താനം പറഞ്ഞു, അവിടെ ഇവരെ പറ്റി നമുക്ക് റീച്ച് ഉണ്ടാക്കണം, നമുക്ക് അങ്ങനെ ഉണ്ടാക്കാം. അപ്പം ഇപ്പം എന്നെ സംബന്ധിച്ചോളം എൻഡ് ഓഫ് ദ ഡേ ഇപ്പോൾ എന്നോട് ഒരാൾ ചോദിക്കും ഏറ്റവും ഇഷ്ടമുള്ള വണ്ടി ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് ചിലപ്പോൾ അങ്ങനെ ഇഷ്ടമുള്ളൊരു വണ്ടി പറയാൻ കാണത്തില്ല. പക്ഷേ എന്താ ഇഷ്ടം എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഇപ്പോൾ ഇവിടെ നിന്ന് തന്നെ മുംബൈക്ക് വരെ ഇരുത്തി ഡ്രൈവിംഗ് സീറ്റ് ഇരുന്ന് ഞാൻ ഓടിച്ചുകൊണ്ട് പോകും. ഡ്രൈവിംഗ് ആണ് നമ്മളുടെ ഇഷ്ടം എന്ന് പറയുന്നത്. അത് വെച്ചാൽ എല്ലാ വണ്ടികളും ഇഷ്ടമാണ്, വണ്ടികളിൽ കൂടെ നമുക്ക് ഡ്രൈവിംഗ് ആണ് ഭയങ്കര ഇഷ്ടം. അപ്പം നമ്മൾ അതിനെ സ്നേഹിച്ച് അല്ലെങ്കിൽ നമ്മളുടെ സർവീസ് എന്താണ് അതിനെ വെച്ച് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുക, അതാണ് പ്രധാനമായിട്ട് ചെയ്യേണ്ട കാര്യം. പക്ഷേ അതിനെ ഇങ്ങനെ കുറത്തിരി വൾഗറായിട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര വേദന. എല്ലാത്തിനും ഒരു ലിമിറ്റേഷൻ വേണമല്ലോ. തീർച്ചയായിട്ടും. പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തും
ഭയങ്കര പാടായിപ്പോൾ. അതുപോലെ നമ്മളിപ്പം ട്രിപ്പിൻ്റെ കാര്യത്തെ പറ്റി പറഞ്ഞു. ഓരോ സെഗ്മെൻറ്റ് വൈസ്, ഓരോ സീസൺ വൈസ് പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞ ഒരു പിൽഗ്രിംസിൻ്റെ അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഇത്, കോളേജ് സ്റ്റുഡൻസിൻ്റെ അങ്ങനെ. അപ്പം അപ്പോൾ അതിനകത്ത് ഈ ഫുഡ് കൊണ്ടുവരും, അതായത് ഇവർക്ക് ഫുഡ് കൊടുത്ത് കൊണ്ടുവന്ന ഒരു പാക്കേജ് എന്നുള്ള രീതിയിലേക്ക് അത് ഭയങ്കര വലിയ ഹിറ്റ്. എങ്ങനെയാണ് ആ ഐഡിയയിലേക്ക് എത്തിയത്? എന്തൊക്കെ സ്ട്രഗിൾ ഉണ്ടായിരുന്നു ഈ സംഭവം ഫസ്റ്റ് ചെയ്ത് തുടങ്ങിയ സമയത്ത്? ഫസ്റ്റ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞ സമയത്ത് നമുക്ക് ഇത് കറക്റ്റ് ടൈമിങ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇത്ര സമയത്തിനുള്ളിൽ ഇത് ഫ്രഷായിട്ട് ലൈവായിട്ട് ചെയ്ത് കൊടുക്കണമല്ലോ. അതിൻ്റേതായിട്ടുള്ള കുറച്ച് തടസ്സങ്ങളുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ക്വാണ്ടിറ്റിയുടെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. നമുക്ക് എല്ലാവരും ഒരേപോലെ തന്നെ ആയിരിക്കത്തില്ലല്ല കഴിക്കുന്നത്, കൂടുതലെടുക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഒരു മാക്സിമം ഒരു 4-5 ട്രിപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒന്ന് ബാലൻസ് മനസ്സിലായി നമുക്കിത് എങ്ങനെയാണ് അങ്ങനെ നല്ല രീതിയിൽ ലൈവായിട്ട്. ഇപ്പോൾ നമ്മൾ കർണാടകയിൽ ചെന്ന് കഴിഞ്ഞാലും ഫുഡിന് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ട്രിപ്പിൽ ദോഷം ചെയ്യാറുണ്ടായിരുന്നു ഹോട്ടൽ ഫുഡ്സൊക്കെ കൊടുക്കുമ്പോൾ. ഫ്രഷ് ആണെങ്കിൽ നമ്മൾ ചിലവർക്കത് പറ്റില്ല, അവരുടെ ചില ടേസ്റ്റ് ബഡ്സ് ഒന്നും പറ്റില്ല. അങ്ങനെ അത് ആണ് നമ്മുടെ കൊണ്ടുവന്നത്, കറക്റ്റ് ചെയ്ത്. അങ്ങനെ അത് കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട് അങ്ങനെ അതിലേക്ക് മൗത്ത് ടു മൗത്ത് അങ്ങനെ കിട്ടി. അങ്ങനെയാണ് ലൈവ് ഫുഡ് നമ്മളെ നല്ല രീതിയിൽ കൊണ്ടുനടക്കും. ഇപ്പോഴും നമ്മൾ 2 രീതിയിലും ചോദിക്കാറുണ്ട്. വേണ്ടവർക്ക് ലൈവ് ഫുഡിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് കഴിക്കേണ്ടി വരും. ഹോട്ടലാണെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റും, പക്ഷേ ലൈവ് ഫുഡ് എന്ന് പറയുന്ന നേരത്ത് നമുക്ക് വിശ്വസിച്ച് കഴിക്കാം. അങ്ങനെ അല്ല, ഇപ്പം നമ്മൾ എപ്പോഴും പ്രത്യേകിച്ച് ഇങ്ങനത്തെ ടൂർസൊക്കെ ട്രിപ്പൊക്കെ പോകുമ്പോഴത്തേന് എപ്പോഴും ഏതെങ്കിലും ഒരു 2 പേർക്ക് എന്തെങ്കിലുമൊക്കെ വൈകാഴിക വന്ന് ശരിക്കും പറഞ്ഞാൽ ആ ഒരു 2 പേര് മതി എൻ്റെ ഒരു ട്രിപ്പ് ശോകമാണ്. അപ്പം അങ്ങനത്തെ ഉള്ളവർക്ക് ഇത് ഭയങ്കര ഉപകാരം. പക്ഷേ ഇതിലും നമുക്ക് വന്ന് കൂടായില്ല എന്നുള്ള ചില സ്ഥലത്ത് നമ്മുടെ ഭക്ഷണം ഓക്കെ ആയിരിക്കും, പക്ഷേ അതിൽ യൂസ് ചെയ്യുന്ന വെള്ളം നമ്മൾ ഇവിടുന്ന് നമ്മൾ ജാറിൽ വെള്ളം തന്നെ കൊണ്ടുപോകുന്നുള്ളത്. പക്ഷേ ചില സമയത്ത് ചില ഷോർട്ടേജ് വരുമ്പോൾ ചില സ്ഥലത്ത് നമ്മൾ പറഞ്ഞ് എടുക്കുന്നത് അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു ചെറിയ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. അത് വളരെ റയറായിട്ട് മനസ്സിലായി. അതുപോലെ തന്നെ ഈ ഇതിലേക്കുള്ള കുക്കിനെയൊക്കെ എങ്ങനെയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത്? അത് ഇതുപോലെ തന്നെ പ്രൊഫഷണലായിട്ട് പോയ ആളുകളല്ല, വണ്ടിയിൽ പോയെന്ന് വെച്ചാൽ അങ്ങനെ അധികം ആൾക്കാർ പോയിട്ടില്ലല്ലോ ഇപ്പം സമയത്തൊക്കെ. അവിടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ തന്നെ സ്പ്ലിറ്റ് ആയൊക്കെ പല നമ്മളിപ്പോൾ ഇങ്ങനത്തെ ഫുഡിൻ്റെ കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇത് പൊയ്ക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ വേളാങ്കണ്ണി റൂട്ടിലാണ്, വിത്ത് ഫുഡ് എന്നുള്ള റേഞ്ചിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒത്തിരി ആളുകളെ കണ്ടിട്ടുണ്ട്, ഫുഡിൻ്റെ ആളുകൾ ഇങ്ങനെ ചെയ്ത് അവർക്കൊരു പാക്കേജായിട്ട് കൊടുത്തു വിടുന്നത്. അപ്പം ഈ ഇതിനകത്തുള്ള ആളെ സെലക്ട് ചെയ്യുക എന്നുള്ളത് പ്രൊഫഷണലായിട്ടല്ല, അങ്ങനെ ചെയ്ത് അങ്ങനെ സെലക്ട് ചെയ്തേ ഉള്ളൂ. അതിനകത്ത് ക്രൈറ്റീരിയസ് ഒന്നും നമുക്കറിയാം, വിശ്വാസം ഉണ്ടല്ലോ ഇന്നാൾ ചെയ്ത് കഴിഞ്ഞാൽ അത് ഭംഗിയായിരിക്കും. പ്രധാനമായിട്ടും ഇപ്പം ഒരു ലൈവ് ഫുഡ് ചേട്ടൻ കൊടുക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഇവരോട് ശ്രദ്ധിക്കാൻ പറയുന്നത്? ഹൈജീനായിട്ടുള്ള സംഭവങ്ങൾ മാത്രം നമ്മൾ കൊടുക്കുന്നത്, നീറ്റായിട്ടുള്ള സ്ഥലങ്ങളിൽ കൊടുക്കണം മാക്സിമം. സാഹചര്യങ്ങൾ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വളരെ അപൂർവമാണ്. പിന്നെ ഉപയോഗിക്കുന്ന ഭക്ഷണം അല്ലെങ്കിൽ അതിൽ യൂസ് ചെയ്യുന്ന ഐറ്റംസ് എല്ലാം ഫ്രഷ് ആയിരിക്കണം. കറി അല്ലെങ്കിൽ മീൻസ് അതിനകത്ത് ഇൻഗ്രീഡിയൻസ് മാത്രമേ നമുക്ക് ഡെപ്പിൽ അതുപോലെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ ഫ്രഷ് ആയിട്ട് പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ അത് റൊട്ടീനായിട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്കറിയാം. വിളിച്ച് പറയുമ്പോൾ തന്നെ അവർ ചിക്കൻ അല്ലെങ്കിൽ ഫിഷൊക്കെ മേടിച്ച് ക്ലീൻ ചെയ്ത് അവിടെ റെഡിയാക്കി വെക്കും. ഇപ്പം ഇങ്ങനെ ട്രിപ്പ് പോകുന്ന സമയത്ത് ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ്, ഇപ്പം ഒരു വണ്ടിയെ തന്നെ പല സ്വഭാവത്തിലുള്ള ആളുകളുണ്ടായിരിക്കും. ആ ഒരു ബസ്സുമായിട്ടുള്ള ഇഷ്യൂസ് ഈ അൽവിഞ്ചറിന് ഇഷ്ടംപോലെ തുടക്ക സമയത്ത് എപ്പോഴും അതല്ലേ. ഇപ്പോൾ പല ആളുകൾ വിളിച്ചിട്ട് ഇപ്പോൾ ഡ്രൈവറിനെ കുറ്റം പറയുക, അല്ലെ ഓടിക്കുന്നതിൻ്റെ ഇഷ്യൂസ് സീനുകളായിട്ട് ബന്ധപ്പെട്ടത്, അങ്ങനെ പല പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കാറുണ്ട്. സർവീസ് സെക്ടറിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനത്തെ ഒരു കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഒരു ഡ്രൈവറിനെ സെലക്ട് ചെയ്യുമ്പോഴും നമ്മുടെ ഓരോ സ്റ്റാഫിനെ സെലക്ട് ചെയ്യുമ്പോഴും എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഒരു വണ്ണസിൻ്റെ ആസ് എ ബ്രാൻഡ് ലീഡർ അല്ല ഒരു ഓണർ എന്നുള്ള രീതിയിൽ ആൽവിൻ ചേട്ടൻ നോക്കുന്ന കാര്യങ്ങൾ? അത് മെയിനായിട്ട് എക്സ്പീരിയൻസ്. ഇപ്പം നമ്മുടെ കൂട്ടത്തിൽ ഏകദേശം ഒരു 10 വർഷമായിട്ടുള്ള ആൾക്കാർ തന്നെയാണ് മെയിനായിട്ടുള്ള ആൾക്കാർ. പിന്നെ ഗ്യാപ്പായിട്ട് വിടുന്ന ആൾക്കാരാണെങ്കിലും എനിക്ക് കൃത്യമായിട്ട് അറിയണം അവരെ
വേറെ ഏത് വാഹനമായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത് വെച്ചാൽ, വേറെ ഏത് പ്രസ്ഥാനത്തിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് വെച്ചാൽ, അവർ എത്ര നാൾ വണ്ടി ഡ്രൈവ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ എനിക്കറിയാം. ഇപ്പം ഗ്യാപ്പ് പോകുന്ന ആൾക്കാരും ഇപ്പം നമുക്ക് സ്ഥിരമായിട്ടുള്ള ആൾക്കാരായി, മീൻസ് മനസ്സിലായി. അങ്ങനെ അത് ശ്രദ്ധിക്കും. പിന്നെ നമ്മൾ ഒരു വർഷത്തിൽ 1-2 പ്രാവശ്യം ഇവരെല്ലാവരെയും നമ്മുടെ ഓഫീസിൽ ഇരുത്തി നമ്മൾ ഇവരുടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. ഇപ്പോൾ ഒരു ബസ്സിന് എത്ര സ്റ്റാഫ് ഉണ്ടായിരിക്കും? നമ്മുടെ ടൂറിസ്റ്റ് വണ്ടിക്ക് രണ്ടുപേരേ ഉള്ളൂ. ലോങ് ട്രിപ്പ് പോകുമ്പോൾ മാത്രം ഒരു അഡീഷണൽ ഡ്രൈവർ നമുക്ക് വെക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഇങ്ങനത്തെ നമ്മളിപ്പോൾ പലരും നമ്മളോട് ഇങ്ങനെ മെസ്സേജ് ചോദിക്കാറുണ്ട്, വണ്ണസിലൊക്കെ ജോബ് കിട്ടാൻ എങ്ങനെയാണ് നമുക്കിതിനെ അവരോട് ഇത്. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും ക്രൈറ്റീരിയസ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി പേര് എന്തെങ്കിലും ചോദിക്കാറുണ്ട് വിഷ്ണു. അത് എനിക്കിപ്പോൾ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആരെയും ബുദ്ധിമുട്ടിക്കുന്നതല്ല, പക്ഷെ നമുക്കിപ്പോൾ ഉള്ള ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ കൂട്ടത്തിൽ നമ്മളോടൊപ്പം തന്നെ വളരെ ക്രൗഡഡാ, നമുക്ക് തന്നെ സന്തോഷമാണ് അവരെല്ലാം വീടുകൾ വെക്കുന്നത്, വാഹനങ്ങളൊക്കെ മേടിക്കുന്നത് നമ്മളോട് ചെയ്യുന്നതാണ്. അപ്പോൾ എനിക്ക് നാളെ മുതൽ നീ വരണ്ട, എനിക്ക് പുതിയ ആൾ വന്നിട്ടുണ്ട്, എനിക്ക് പുതിയ പിള്ളേരെ കിട്ടിയിട്ടുണ്ടെന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ താഴ്ചയിലും നമ്മുടെ ഉയർച്ചയിലൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാരാണ് നമ്മുടെ സഹപ്രവർത്തകരെല്ലാവരും. അപ്പോൾ പുതിയൊരാൾ കയറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കാരണവശാലും അവരെ ഒഴിവാക്കത്തില്ല. ഒഴിവ് അവർക്കിപ്പോൾ എന്തെങ്കിലും പുറത്തോട്ട് പോകേണ്ട ആവശ്യങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നമ്മൾ പറഞ്ഞ കാര്യത്തിൽ നിന്ന് വിപരീതമായിട്ട് അവരെന്തെങ്കിലും സർവീസിൽ ദോഷമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഒഴിവാക്കിയിട്ടുള്ളൂ. പക്ഷേ അങ്ങനത്തെ ഒരു കേസ് പണിഷ്മെൻ്റൊക്കെ ചെറിയ എന്തെങ്കിലും തെറ്റുകളൊക്കെ ചെയ്ത് പണിഷ്മെൻ്റൊക്കെ കൊടുത്ത് കുറച്ചാളൊക്കെ മാറ്റി നിർത്തിയിട്ടേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ അവർക്ക് നമ്മളെ വിട്ട് പിരിഞ്ഞു പോകാൻ പറ്റണില്ല, മനസ്സിലായി, നമുക്ക് അവരെയും ആയിട്ട് ഒഴിവാക്കാൻ പറ്റില്ല. അത് അറ്റാച്ച്മെന്റ് ആയി. അതുകൊണ്ടാണ് എനിക്ക് പുറത്തുനിന്ന് ഒരാളെ പെട്ടെന്ന് ഒരാൾ നീ പോ, അടുത്ത ആൾ പോവാ, അല്ലെ ചേട്ടൻ നാളെ പോലെ വരേണ്ടത്, അങ്ങനെയൊന്നും എനിക്ക് അവരുടെ കയ്യിൽ പറയാൻ പറ്റുന്നില്ല. അവരതുപോലെ തന്നെയാണ് നമ്മുടെ കയ്യിൽ നാളെ ഇതുവരെ നിന്നിട്ടുള്ളത്, മനസ്സിലായി. അതുപോലെ അടുത്തൊരു കാര്യം ചോദിച്ചാൽ, നമ്മളിപ്പം ഞാൻ ഒരു ബസ്സിൻ്റെ ഒരു പാറ്റേൺ നമ്മളെപ്പോഴും ശ്രദ്ധിക്കുമ്പോഴത്തേന് ഒരു കൃത്യം അളവിൽ ഇത്ര ബസ്സുകൾ കൊടുക്കുന്നു, അടുത്ത പുതിയ ബസ്സുകൾ എടുക്കുന്നു എന്നുള്ളൊരു റേഞ്ച് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊരു കണക്ക് വെച്ചിട്ടുണ്ടോ? അതായത് നമ്മളുടെ അടുത്ത് ഇത്ര ബസ്സുകളെ പാടുള്ളൂ അല്ലെങ്കിൽ അങ്ങനെയില്ല. നമുക്ക് ഒത്തിരി വണ്ടികൾ മേടിച്ചിട്ടിട്ട് നമുക്ക് എണ്ണം നോക്കിയിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പോൾ അതിന് ഞാൻ ഒന്നൊരു ക്ലിയർ ആയിട്ട് പറയുവാണെങ്കിൽ, അതായത് നമ്മളുടെ ഇതനുസരിച്ച്, അതായത് ഓട്ടത്തിൻ്റെ കൂടുതലനുസരിച്ച് വണ്ടി മേടിക്കുന്നതും അല്ലാതെ വണ്ടി എടുത്തത് നമ്മൾ ഭയങ്കര വ്യത്യാസമുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് അതിൻ്റെ ഒരു നമ്മൾ സ്റ്റഡി ചെയ്തിട്ട് തന്നെയാണ് ചെയ്തത്. നമ്മളിപ്പോൾ ഒരു വണ്ടി എടുത്ത് നമുക്ക് ഒരു ബസ്സിന് മേൽ കവർ ചെയ്ത് ഒരു ട്രിപ്പ് ഓൾറെഡി വരുന്നുണ്ടെന്ന് കണ്ടതിന് ശേഷമാണ് നമ്മൾ പുറത്തുനിന്ന് വണ്ടി ഹയർ ചെയ്ത് നമ്മുടെ ഒപ്പം തന്നെ വണ്ടി വിട്ട് അത് കഴിഞ്ഞിട്ട് ഒരു വണ്ടി കൂടി ആഡ് ചെയ്ത് പിന്നെ തേർഡ് വണ്ടിയിലേക്കുള്ള എൻക്വയറികൾ വരാൻ തുടങ്ങി. അങ്ങനെ മനസ്സിലായി, അങ്ങനെ തേർഡ് കൂടി ആഡ് ചെയ്ത് ഞാൻ ഫോർത്തിലേക്ക് വന്ന് അങ്ങനെ പിന്നെ സ്കൂളുകളിലേക്കൊക്കെ അല്ലെങ്കിൽ കോളേജിലേക്കൊക്കെ 2-3 വണ്ടികളൊക്കെ ഒരേപോലെ തന്നെ ആവശ്യങ്ങളൊക്കെ വരാൻ തുടങ്ങി. അങ്ങനെ ഇതെല്ലാം ഫാക്ടേഴ്സും കൂടി ചേർന്ന് കഴിഞ്ഞപ്പോഴാണ് വണ്ടികളുടെ എണ്ണം പതുക്കെ മനസ്സിലായി കൂട്ടി. എന്നുവെച്ചാൽ ഇനിയും നമുക്ക് താല്പര്യമില്ല ഒത്തിരിയൊക്കെ കൂട്ടി അങ്ങനെ ഉള്ളത് ഭംഗിയായിട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഇപ്പം ഞങ്ങളെല്ലാവരും മനസ്സിലായി. നമ്മളിപ്പോൾ 2008 തൊട്ട് തുടങ്ങി ഇത്രയും റേഞ്ചിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ കുറേ അധികം ആളുകൾ നമ്മുടെ കൂടെ ഉണ്ട്. ഇപ്പം പുതിയ കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ ഇവരെല്ലാവരും കൂടി ഇരുന്നുള്ളൊരു തീരുമാനമാണ് ഇപ്പം. അതെ ആണ്. ആദ്യമൊക്കെ ഞാനും അച്ഛനും ഒക്കെ തന്നെയായിരുന്നു, അനിയനൊന്ന് വർക്ക് ചെയ്യുക അങ്ങനെ തന്നെയായിരുന്നു. ഇപ്പം ഞങ്ങളെല്ലാവരും ഒരു ബെഞ്ചിലിരുന്ന് തന്നെ എല്ലാവരും ഒറ്റ ഓഫീസിലിരുന്ന് തന്നെയാണ് നോക്കുന്നത്, തീരുമാനിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ എത്ര ഓഫീസുകളുണ്ട് നമ്മളിപ്പോൾ ഓൾ കേരളയിൽ? അങ്ങനെ ഓഫീസ് നമ്മുടെ മെയിൻ ബ്രാഞ്ച് അല്ലെങ്കിൽ നമ്മുടെ ഹെഡ് ഓഫീസ് എന്ന് പറയുന്നത് ചേർത്തലയിൽ എക്സ്റേ ബൈപ്പാസിലോ നമ്മുടെ ബിൽഡിങ്ങിൽ തന്നെ, നമ്മുടെ ഓൺ ബിൽഡിങ്ങിൽ തന്നെയുള്ള നമ്മുടെ ഓഫീസാണ്. ബാക്കിയൊക്കെ നമ്മൾ ഒരു ഇതിനൊക്കെ വേണ്ടിയിട്ട് ട്രിവാൻഡ്രത്തുണ്ട്. അങ്ങനെയൊക്കെ നമ്മൾ അവരായിട്ട് കണക്ട് ചെയ്ത് ചെയ്യുന്നേ ഉള്ളൂ, അത്രേ ഉള്ളൂ. ഓക്കെ, മനസ്സിലായി. അങ്ങനെ ഓഫീസിന് എണ്ണായിട്ടില്ല. നൈറ്റ് സർവീസിന് വേണ്ടിയിട്ട് അതൊക്കെ അവിടെ ഒക്കെ ആയിട്ടുണ്ടെന്ന്. ഓക്കെ, ഇനി നമുക്ക് നമ്മളുടെ നൈറ്റ് സർവീസിലേക്ക് അടക്കാം. ഞാൻ മുമ്പേ പറഞ്ഞുള്ളത് തന്നെ ഏറ്റവും കൂടുതൽ അത് ഇപ്പം നമ്മളുടെ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ അതിഭയങ്കരമാണ്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഇതുപോലെ അനിയൻ ബാംഗ്ലൂർ നിങ്ങളുടെ വരും, അപ്പോഴത്തേന് പുള്ളി എന്നോട് പറയും. അപ്പോൾ ഞാനിതുള്ള എൻ്റെ ഇടയ്ക്കൊരു പരിപാടി ഉണ്ട് ചെയ്തത്, നമ്മളിവിടുത്തെ നൈറ്റ് സർവീസ് തുടങ്ങുന്നതിനകത്ത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ കയറിപ്പോവും. അപ്പോൾ ഇവരെങ്ങനെ ചവിട്ടുന്നുണ്ടോ വണ്ടിയുടെ ഈ ഡ്രൈവിങ്ങിൻ്റെ ഇതറിയാൻ വേണ്ടി നമ്മളിപ്പോൾ ഇടയ്ക്ക് ഒരു നല്ല രസമുള്ള ഒരു പരിപാടിയാണ്.
അപ്പോൾ ഈ കഴിഞ്ഞ ക്യാബിനിലിരിക്കും, അല്ലാതായിരിക്കും, വീഡിയോസ് ഒന്നും എടുക്കത്തില്ല, ജസ്റ്റ് ഇതായിട്ട് പോകും. അപ്പം ഈ കഴിഞ്ഞ ഇടയ്ക്ക് അനിയൻ ഇതിങ്ങോട്ട് വരും. അപ്പോഴത്തേന് അവൻ തിരുവല്ലയിൽ കയറി ബാംഗ്ലൂർ വണ്ണസാണ് എപ്പോഴും ബുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാനിതുപോലെ അവന് ഒരു ദിവസം ഇതൊക്കെ ഇങ്ങനെ വണ്ണസ ഫസ്റ്റ് പോയിട്ട് ഇങ്ങനെ അവൻ എന്നോട് ചോദിക്കും, എൻ്റെ ചേട്ടാ ഒരു രക്ഷയില്ല, വണ്ടിക്കകത്തിട്ട് കയറി നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ ചെല്ലുന്ന പോലും അറിയത്തില്ല, വണ്ടിക്കകത്ത് വെള്ളം, സ്നാക്സ്, അത് ഇത് ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല, ഭയങ്കര സൂപ്പറായിട്ട്, പുള്ളിയും ഭയങ്കര വണ്ടിപ്രാന്തനാണ്. അപ്പോൾ ഞാനങ്ങ് ഞെട്ടിപ്പോ, അത്രയും ഗംഭീര സർവീസ് എന്ന് പറയാം. പല ആളുകളും കൊടുക്കുന്നില്ല. ഇപ്പോൾ പുതിയതായിട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ആളുകളോട് ഇങ്ങനെ ചോദിക്കും പോലും പല ആൾക്കാർ ഇത്രയും സർവീസ് കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ അവൻ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, എപ്പോൾ ബുക്ക് ചെയ്യാൻ നോക്കിയാൽ വണ്ണസ് ഫുള്ളാണ്. ഇപ്പം നമുക്കത് കേൾക്കുമ്പോൾ ഭയങ്കര ഒരു രസമാണ്. അപ്പം എങ്ങനെയാണ് ഒരു ഓൾഡേറ്റർ ഒരു കേരള ബാംഗ്ലൂർ റേഞ്ചിലേക്ക് ഇറങ്ങിയതും ഈ സർവീസ് ഇത്രയും ഇതാക്കണമെന്ന് വിചാരിച്ചതും? എന്താണെങ്കിലും നമ്മുടെ അത്രയും പേരുള്ളതുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞുള്ളത്, നമുക്ക് സർവീസിന് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്രയുടെ കാര്യത്തിൽ നമുക്ക് ഇതില്ല. എങ്ങനെ അത് ഫസ്റ്റ് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ പേരിനോടുള്ള ട്രസ്റ്റ് തന്നെയാണ്. തീർച്ചയായിട്ടും. നമ്മളൊരു കാരണവശാലും പാതി വഴിക്കുക അല്ലെങ്കിൽ ഒരു സ്ഥലത്തെ കൊണ്ട് ആൾക്കാരെ ഉപേക്ഷിക്കുക, അത് ടൂറിസ്റ്റിലാണെങ്കിലും നൈറ്റ് സർവീസിലാണെങ്കിൽ ചെയ്യുന്ന സർവീസ് കംപ്ലീറ്റ് ആക്കാതെ നമ്മുടെ എൻ്റയർ ടീം അവിടെ നിന്ന് പോരില്ല. പല ഇഷ്യൂസും പല ആൾക്കാരും ചെയ്യാറുണ്ടല്ലോ, പക്ഷെ നമുക്കങ്ങനെ പറ്റില്ല, നമ്മളങ്ങനെ ശീലിച്ച് പോയി. അപ്പോൾ അത് നമ്മൾ ഇതിൻ്റെയൊക്കെ സംസാരിച്ചില്ല, ക്വാളിറ്റിയിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യത്തില്ല. ബ്ലാങ്കറ്റ് ഡെയിലി വാഷ് ചെയ്ത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഓഫീസിൽ ഇപ്പോൾ നേരത്തെ ഇപ്പോൾ പുറത്ത് ഒരു തേർഡ് പാർട്ടിയുടെയിലായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പം ഓൺ ആയിട്ടുള്ള മെഷീൻസ് എല്ലാം നമ്മൾ പർച്ചേസിങ് ചെയ്തെല്ലാം ഇൻസ്റ്റാൾ ചെയ്യാനായിട്ടുള്ള രീതിയിൽ നിൽക്കുന്നു. മനസ്സിലായി. അപ്പോൾ നമ്മളതിൽ കോംപ്രമൈസ് ചെയ്യുക. അത് നോക്കുമ്പോൾ നമ്മൾ ഡെയിലി നോക്കുമ്പോൾ നമുക്കൊരു ചെറിയ എമൗണ്ടാണ്, പക്ഷെ മന്ത്ലി നോക്കുമ്പോൾ അതൊരു വലിയ എമൗണ്ടാണ് ഡെയിലി വാഷ് ചെയ്ത്. അപ്പോൾ ചില ആൾക്കാർക്ക് അതൊക്കെ കണ്ണടച്ച് കളയും, ഇത് വേണ്ട, ഡെയിലി വേണ്ടെന്ന്. പക്ഷേ നാളിന്ന് വരെ എൻ്റെ ഒരു ചേട്ടനോട് ഉണ്ട്, അജിത്ത് എന്ന് പറഞ്ഞിട്ട്, ബാംഗ്ലൂരോ ആണ് ചേട്ടനാണ്. ഫുള്ള് ആൾക്ക് വേറെ കമ്പനി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ആള് ഇതിനകത്ത് ഫുൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ ആളുടെ ഒരു മെയിനായിട്ടുള്ളൊരു കാര്യമായിരുന്നു ഇത്. എനിക്കും താല്പര്യം അത് തന്നെയായിരുന്നു. ഇതിനകത്ത് ഒന്നിലും സ്റ്റാർട്ടിങ് മുതൽ തന്നെ ഒന്നിലും കോംപ്രമൈസ് ചെയ്യരുത്. അതിൻ്റെ ഒരു ഫലമായിരിക്കും വിഷ്ണു നമ്മളോട് ഇപ്പോഴും ജനങ്ങൾ നമ്മളെ തന്നെ ചൂസ് ചെയ്യണതും. മനസ്സിലായി. ഇപ്പോൾ ട്രാഫിക്കിലുണ്ടാകുന്ന കുറച്ച് ബ്ലോക്കും കാര്യങ്ങളും ഈ ഒരു റീസെൻ്റ്ലി ഒരു 2-3 വീക്സ് ആയിട്ട് ഇപ്പോൾ ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നുണ്ട്. അതിൻ്റെ ടൈമിങ്ങിൻ്റെ ഇഷ്യൂസും അതല്ലാതെ അതിൻ്റെ അകത്ത് ഡ്രൈവേഴ്സിനാണെങ്കിലും നമ്മൾ ഒരു 2 months കൂടുമ്പോഴാണെങ്കിലും ബാംഗ്ലൂർ പാർക്കിങ്ങിൽ പോയിട്ട് നമ്മളെല്ലാവരെയും കണ്ട് സംസാരിക്കാറുണ്ട്. ഒരു 4-5 പേരൊക്കെ മാത്രമേ മാറിയും എപ്പോഴൊക്കെ പോയിക്കൊണ്ടിരിക്കത്തുള്ളൂ. ബാക്കി എല്ലാവരും ഇപ്പോഴും അതിലും തുടക്കം മുതൽ തന്നെ വണ്ടി ഏതൊക്കെ വണ്ടികളാണ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ തുടക്കത്തിലുള്ള ആൾക്കാർ തന്നെയാണ് അതിലെല്ലാം ഉണ്ടാകും. അപ്പോൾ ഡെയിലി പോകുന്ന പാസഞ്ചേഴ്സിന് അവർക്ക് ഒരു ഫെമിലിയർ ആവും. മനസ്സിലായി. അങ്ങോട്ടും അവരുമായിട്ടുള്ള ഇടപെടലും കാര്യങ്ങളും എല്ലാം. പിന്നെ എല്ലാം സിംഗിൾ മോണിറ്ററിങ് ആണ് ഇതെല്ലാം. ഞങ്ങൾ ഇത്രയും പേരും ക്യാമറാസ് ഇതിൻ്റെ അകത്ത് നിന്ന് ഉണ്ടാകുന്ന ഓരോ ചെറിയൊരു ചലനങ്ങൾ പോലും, വണ്ടി ട്രാക്കിങ് എല്ലാം, ടൈമിങ് എന്താണ് വ്യത്യാസം പറഞ്ഞാൽ അതിൻ്റെ കൃത്യമായിട്ട്. അതെ, ഡെയിലി റിവ്യൂ കോൾസ് ഉണ്ട്. ജയലക്ഷ്മി എന്ന് പറഞ്ഞൊരു കുട്ടി, അത് കൃത്യമായിട്ടാണ് അത് എല്ലാവരും ചെയ്ത് കറക്റ്റ് ചെയ്ത് അതിൻ്റെ അവരുമായിട്ട് ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്തിട്ടേ അന്ന് അവരെ ഉറങ്ങാൻ വിടുള്ളൂ. ഉറങ്ങാൻ നമ്മൾ സമയം കൊടുക്കണം, പക്ഷെ അത് ഈ സമയങ്ങളിലുള്ളിൽ അത് കറക്റ്റ് ചെയ്തിട്ട് ചെയ്യുള്ളൂ. മനസ്സിലായി. അങ്ങനെ അപ്പോൾ നമുക്ക് കസ്റ്റമേഴ്സായിട്ട് ഡയറക്റ്റ് അല്ലെങ്കിൽ പാസഞ്ചേഴ്സായിട്ട് നമുക്ക് ഡയറക്റ്റ് അവരിലൂടെ എത്താൻ പറ്റും. മനസ്സിലായി. എന്താണ് പ്രശ്നം? അപ്പോൾ പറയും ഇങ്ങനെ വാഷ്റൂമിൽ നിർത്താൻ പറഞ്ഞിട്ട് നിർത്തിയില്ല. അപ്പോൾ തിരക്കുമ്പോഴായിരിക്കും നമ്മുടെ സ്ഥിരം ഡ്രൈവർ അല്ലായിരിക്കും പോയിരിക്കും. അങ്ങനെ അപ്പോൾ തിരിച്ച് സോറി അല്ലെങ്കിൽ നമുക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ പറയും. അങ്ങനെ ഒരു എന്താ പറഞ്ഞേ, ഒരു എല്ലാം ടച്ച് ഫീൽ ചെയ്തൊക്കെ തന്നെയാണ് കൊണ്ടുപോകണം. നമ്മളത് ജീവിക്കുകയാണ് ഇതിനകത്ത് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയുള്ളൂ. ശരിക്കും പറഞ്ഞല്ലേ, നമ്മുടെ ഇപ്പോൾ ഏറ്റവും അടുത്ത് നമ്മുടെ സുഹൃത്തുണ്ട് ആനന്ദ് എന്ന് പറഞ്ഞ, ഇപ്പം പുള്ളി ഇപ്പോൾ കോട്ടയം ബാംഗ്ലൂർ ക്ലബ്ബ് ആനന്ദ് എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ആനന്ദ് പറയുന്നൊരു കാര്യമുണ്ട്, എടാ ഞാൻ അപ്പോൾ അവൻ ഇതുപോലെ പറഞ്ഞു ആദ്യം സിംഗിൾ വണ്ടി ഇറക്കാൻ വേണ്ടി ഇങ്ങനെ, അപ്പോൾ ഞാൻ പറഞ്ഞത് അത് വേണ്ട, നീ അങ്ങോട്ടും ഇങ്ങോട്ടും 2 വണ്ടിയായിട്ട് ഇറക്കാം, എന്നാലേ ഇതാകത്തുള്ളൂ. അപ്പോൾ അവനങ്ങനെ ശരി, അവൻ ഭയങ്കര രസമായിട്ട് അവിടെ വണ്ടിയെ അത്രയും പുള്ളി നല്ലൊരു മനുഷ്യനാണ്, നല്ലവന്. അപ്പോൾ ഇവനാണെങ്കിൽ
എന്നോട് പറയുക ഇവിടെ ഒരു ഭയങ്കര ഞാൻ പ്രതീക്ഷിക്കാത്തൊരു സംഭവം എന്നാന്ന് പറഞ്ഞാൽ ഇവൻ്റെ വണ്ടി KL5 വണ്ടിയാണ്. അപ്പോൾ ഈ KL5 കണ്ടപ്പോഴത്തേന് ഈ കോട്ടയം, കേരളത്തിൽ ഒരാടെ കോട്ടയത്തെ ഒരാടെ വണ്ടിയിൽ നിന്ന് കാണുമ്പോൾ അത് ഭയങ്കര ഫീൽ. അത് നോക്കിയ ആൾക്കാർ ബുക്ക് ചെയ്ത് എടുക്കുമെന്ന്. അപ്പം അത് അവന് ഭയങ്കര ഒരു പുതിയ ഇതായിരുന്നു. അപ്പം ആൾക്കാർ വന്ന് നമ്മുടെ വണ്ടിയാണ് കേട്ടോ, അങ്ങനെ ഒരു ഫീലാണ് ആളുകൾക്ക്. നമ്മുടെ വണ്ടി തുടക്കത്തിലെ കർണാടക രജിസ്ട്രേഷനാണ്, നമ്മുടെ 6 വണ്ടി രജിസ്ട്രേഷൻ ആണ്. അത് നമുക്ക് ഇവിടുത്തെ ഇഷ്യൂസ് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് അറിയില്ല എങ്ങനെ ആവുമെന്ന് മനസ്സിലായി. രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ അതില്ല ഇതില്ല അത് പിന്നെ സീനില്ലല്ലോ, അതാ നെറ്റിക്കത്തെ പേരാണല്ലോ. ഞാൻ രജിസ്ട്രേഷനിലല്ല, ദൈവം അനുഗ്രഹിച്ചിട്ട് ആ പേരിലാണ്, വണ്ടിയുടെ നമ്പർ നോക്കിയല്ല ആൾക്കാർ കയറുന്നത്. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ ഒരു ബ്രാൻഡ് നെയിം തന്നെയാണ് അതിനകത്ത്. അല്ല പിന്നെ മുമ്പേ അരുൺ ചേട്ടൻ പറഞ്ഞ പോലെ നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റത്തില്ല. നമ്മളുടെ മെയിൻ എയിം തന്നെ നമ്മുടെ ആ ലോഗോ 2 സൈഡിലും അത് തന്നെയാണ് നമ്മളുടെ ഒരു ഇതെന്ന് പറയുന്നത്. അപ്പൊ അത് അത്രത്തോളം ശരിയാണ്, വളരെ വലിയൊരു കാര്യമാണ്. ബാംഗ്ലൂരെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താ പറയുക, നമ്മൾ ഈ രാവിലെ ഓടിച്ചെല്ലോ എന്നുള്ളത് ഭയങ്കര ഒരു വിഷയമാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് നമ്മൾ ഈ ബാംഗ്ലൂരോ അല്ലെങ്കിൽ ഇങ്ങോട്ടൊക്കെ ഇടയ്ക്കൊക്കെ പോകുമ്പോഴത്തേന് ലാസ്റ്റ് വണ്ടി നോക്കുമ്പോൾ ഒന്ന് ചിലപ്പോൾ വണ്ടസ് എടുക്കും, അല്ലെങ്കിൽ സൂര്യ എടുക്കും. സൂര്യക്ക് 11:45 റേഞ്ചിലേക്ക് ഒരു വണ്ടിയുണ്ട്, ലാസ്റ്റ് വണ്ടി അതാണ്. അത് മറ്റേ ഈ റോക്കറ്റ് പോകുന്നല്ലോ ഈ സാധനം. സൂര്യയുടെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ സൂര്യ ഇപ്പോൾ ടൈം അവിടെ പറഞ്ഞാൽ കറക്റ്റാണ്. അപ്പം എന്നിട്ട് രസം എന്നാന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടുന്ന് കയറിയിട്ട് എനിക്ക് തോന്നുന്നു 4 മണി സമയമൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ ഈ സേലം ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ സേലം ടോള് പറഞ്ഞു ഇത്ര ആയുള്ളൂ, ഇനി എപ്പോൾ ഓടി എത്താനാന്ന് പറഞ്ഞു. അതിപ്പോൾ വോൾവൈഷറിൻ്റെ പുതിയ വണ്ടിയാണ്. അവിടുന്ന് ഒരു കത്തിരി കത്തിച്ചിട്ട് എനിക്കൊന്ന് 5:45 6 മണി ആയപ്പോഴത്തേന് ബാംഗ്ലൂർ എത്തി. അത് നമുക്കറിയത്തില്ല, വെടികൊണ്ട് സർവീസ് സർവീസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ. ഇതിലിരിക്കുക അല്ലെങ്കിൽ ഇതിൽ യാത്ര ചെയ്യുന്ന ഓരോ യാത്രക്കാർക്കും പല ലക്ഷ്യങ്ങളിലൂടെയാണ് അവർ. അവിടെ പഠിക്കുന്ന കുട്ടികളുണ്ട്, അവിടെ വർക്ക് ചെയ്യുന്ന ഇൻ്റർവ്യൂ, ബാംഗ്ലൂരിൽ നിന്ന് ഇൻ്റർനാഷണൽ ഫ്ലൈ ചെയ്യേണ്ട ആൾക്കാർ പോകുന്നുണ്ട്, അങ്ങനെ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്, ബിസിനസ് പരമായിട്ട്, അങ്ങനെ പല ലക്ഷ്യങ്ങളായിട്ടാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ അവരുടെ സമയത്തിനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതാണ് എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. ടൂറിസ്റ്റ് ബസ്സും നൈറ്റ് സർവീസ് രണ്ടും സിംഗിളായിട്ട് തന്നെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. അല്ല ഇതിലേക്ക് വന്നെന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഒന്നും ലൂസർ ആകാൻ പാടില്ല, അതിനകത്ത് ക്വാളിറ്റി കോംപ്രമൈസ്. അതുകൊണ്ട് ഇതിലെല്ലാത്തിലും നമ്മൾ അല്ല എൻ്റെ ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഈ ഇത്രയും എന്തെങ്കിലും ടൈമിനകത്ത് ഇടയ്ക്ക് വ്യത്യാസം വന്നു കഴിയുമ്പോഴത്തേന് അത് ഓടിപ്പിടിക്കുക തന്നെയുള്ളൂ, നമുക്ക് മാറും. അത്രേ ഉള്ളൂ. നമുക്ക് അതിനകത്ത് വേറൊന്നും പറയാനില്ല, ഓപ്ഷൻസ് ഇല്ല. അപ്പോഴത്തേന് ഈ ഡ്രൈവേഴ്സിനെ ട്രെയിൻ ചെയ്യുമ്പോഴത്തേന് അത് എങ്ങനെ അത് അല്ല അതൊരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡ്രൈവേഴ്സ് തന്നെയാണ്. ഇതിനു മുമ്പേ തന്നെ ഓപ്പറേറ്റേഴ്സിൻ്റെ വലിയ ഓപ്പറേറ്റേഴ്സിൻ്റെ കൂടുതൽ തന്നെ ഓടിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ആൾക്കാർ തന്നെയാണ്. നമ്മൾ മലയാളികൾ, നമ്മുടെ നാട്ടുകാർ തന്നെയാണ് നമ്മുടെ ഡ്രൈവേഴ്സ്. പിന്നെ ക്ലീനേഴ്സ് മാത്രമേ ഉള്ളൂ നമുക്ക് അങ്ങനെ കിട്ടാൻ സ്ഥിരമായിട്ട് നിൽക്കാതെ. അതുകൊണ്ട് ഒരു 3-4 പേര് കർണാടകക്കാരുണ്ട്. നമ്മൾ ബസ്സിനകത്ത് നൈറ്റ് സർവീസിനകത്ത് ഏറ്റവും വലിയൊരു ഒരു തലവേദന എന്ന് പറയുന്നത് ഡ്രൈവേഴ്സിൻ്റെ ഉറക്കം തന്നെയാണ്. ഭയങ്കര ഒരു പ്രശ്നമാണ്. ഇപ്പം പലരും കണ്ടിട്ടില്ല, നമ്മളെപ്പോഴും ഈ ഓരോ ഇത് വെച്ച് ഓടിക്കുക, അത് വെച്ച് ഓടിക്കുക, അങ്ങനത്തെ സീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ. ഈ നമ്മൾ ഭാരത് ബെൻസിന് വേണ്ടിക്ക് അത് ഡ്രൈവർ മോണിറ്ററിങ് സിസ്റ്റം എന്ന് പറഞ്ഞുകൊണ്ട് ഇത് പറയുന്നു. പിന്നെ ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും അവരെടുക്കുന്ന ഒരു എഫേർട്ട് അതിഭയങ്കരമാണ്. വെച്ചാൽ തീർച്ചയായിട്ടും അവരുടെ ഓരോരുത്തരുടെയും നല്ല രീതിയിലുള്ള ഒരു കഷ്ടപ്പാട് കൊണ്ട് തന്നെയാണ്. കഷ്ടപ്പാട് എന്ന് വെച്ചാൽ പലരും ചിന്തിക്കാത്തൊരു കേസ് എന്നാന്ന് പറഞ്ഞാൽ, ഇപ്പം തൊട്ടടുത്തിരിക്കുന്ന ഒരാളാണെങ്കിൽ അപ്പോൾ പുള്ളി എഴുതുന്ന പുള്ളിക്ക് ജസ്റ്റ് ഒന്ന് ചാരി ഉറങ്ങാം. ഇപ്പം ഇരിക്കുന്ന ഡ്രൈവറിനെ സംബന്ധിച്ചോളം ഒന്ന് കണ്ണ് ചിമ്മിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇപ്പം നമുക്ക് ഇപ്പം ഇങ്ങനത്തെ ബാംഗ്ലൂർ ഒന്നുകൊണ്ടാണ് ഓൾമോസ്റ്റ് എല്ലാം 100 ക്ലോക്ക് ചെയ്തായിരിക്കും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും എഫേർട്ട് എടുത്ത് അവരെ കൊണ്ടുവിടുന്നതിൻ്റെ ഒരു എന്തോ അവർക്ക് ആ ഒരു പരിഗണന ആൾക്കാർ കൊടുക്കാറുണ്ടോ? അത് ചില ആൾക്കാർക്ക് അത് നല്ല ഇഷ്ടമോ അല്ലെങ്കിൽ അത് പറയാനായിട്ട് അത് ഞാൻ പറഞ്ഞില്ല റിവ്യൂ കോൾസ്, ആ റിവ്യൂ കോളിൽ പറയും ഇങ്ങനെ ആ ഡ്രൈവേഴ്സിൻ്റെ ഒന്നും പറയണം കേട്ടോ ഞങ്ങളെ സുരക്ഷിതമായിട്ട്. ചില ആൾക്കാർക്ക് അത് മനസ്സിലാകത്തില്ല. ഇവർ താമസിച്ച് കഴിഞ്ഞാൽ ഇവർ തന്നെയാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പോൾ ചില സമയത്ത് നമ്മൾ ഇച്ചിരി വിട്ട് പോകേണ്ടി വരും. പിന്നെ അത് നമ്മൾ സ്പെഷ്യലായിട്ടുള്ള മെയിനായിട്ടുള്ള കാര്യം ശ്രദ്ധിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഡബിൾ ഡ്രൈവറാണ്. കറക്റ്റ് സിംഗിൾ ബ്രേക്ക്, ഒരു കറക്റ്റ് കിലോമീറ്റർ കവർ ചെയ്ത് കറക്റ്റ് വാഷ്റൂം ബ്രേക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആൾക്ക് റെസ്റ്റാണ്. ഓക്കെ, നേരെ അടുത്ത ഡ്യൂട്ടി. അപ്പോൾ ആ വന്ന ആൾ ഫ്രഷ് ആയിരിക്കും. ഈ വണ്ടിക്ക് ഒരു കാരണം ലാഗ് മീൻസ് റോഡിലുണ്ടാകുന്ന ഒരു ബ്ലോക്ക് ലാഗ് മാത്രമേ ഉണ്ടാവാനുള്ളൂ.
അതല്ലാതെ ഇവരുടെ ഉറക്ക ക്ഷീണം കൊണ്ട് ഒരു കാരണവശാലും വരത്തില്ല. ഇപ്പോൾ പണ്ട് ഈ പറഞ്ഞ പോലെ ഡ്രൈവർ പണ്ട് ഇപ്പോഴും ഇപ്പോൾ ഡ്രൈവറാന്ന് പറഞ്ഞ ഒരു വിലയില്ലാത്ത ഒത്തിരി ആളുകളുണ്ട്. പക്ഷെ അതിൽ നിന്ന് ഇപ്പം ഞാൻ കഴിഞ്ഞ പോഡ്കാസ്റ്റിലും പറഞ്ഞൊരു കാര്യമാണ്, 1 ലക്ഷം 1.25 ലക്ഷം വരെ മന്ത്ലി മേടിക്കുന്ന ഡ്രൈവേഴ്സ് ഉണ്ട്. ഓക്കെ, ഇപ്പം ചില കമ്പനിയിലേക്ക് ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ അജ്മിയിലെ ഡ്രൈവേഴ്സ് എല്ലാം ഉണ്ട്. അപ്പം ഈ അജ്മിയിലേക്ക് ജോലി കയറാൻ വേണ്ടി ആളുകൾ ഇടിയാണ്. പക്ഷേ അവർക്ക് അവരുടെ ഡ്രൈവേഴ്സിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്, നമ്മുടെ ഏറ്റവും മൂത്ത ഇക്കയുണ്ട്, ഇക്കയാണ് നമ്മളുടെ ഈ വണ്ടികളെല്ലാം നോക്കുന്നത്. ഇപ്പോൾ ഏതെങ്കിലും ഒരു വണ്ടി അവിടെ കഴുകാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയാൽ പുള്ളി അവിടെ നിന്ന് തിരിച്ചു വരുത്തും, കഴുകിയിട്ട് വണ്ടി കൊണ്ട് പോയാൽ മതി. അത്രയും അതിഗംഭീരമായിട്ടാണ് ഏറ്റവും ഇക്ക വണ്ടികളെല്ലാം നോക്കുന്നത്. അപ്പോൾ റാഷിദ് ഉണ്ട്, പുള്ളി ഏറ്റവും ഇളയത് ആളാണ് ഈ പുതിയ സംഭവങ്ങളൊക്കെ ഇന്നോവേറ്റ് ആയിട്ട് കൊണ്ടുവരുന്നത്. അപ്പം അവിടെ ഡ്രൈവേഴ്സിന് ഇപ്പം കൊടുക്കുന്ന അവർക്ക് കിട്ടുന്നൊരു വാല്യൂ ഉണ്ട്. അജ്മിയിൽ വലിയ വണ്ടികളൊക്കെ ഓടിക്കുന്നത്. അപ്പം അജ്മിയില ഡ്രൈവറാ എന്ന് പറയുമ്പോഴത്തേന് അല്ല, അങ്ങനെ ഓരോ കമ്പനിയിൽ ഇപ്പോൾ വണ്ണസില ഒരു ബ്രാൻഡ് വാല്യൂ ഡ്രൈവേഴ്സിനോട് ഉണ്ടായി. പണ്ടത്തെ വെച്ച് നോക്കുമ്പോഴത്തേന് ഭയങ്കര ബുദ്ധി. ഇപ്പം നമ്മളിപ്പോൾ വെളിയിൽ ചെന്ന് കഴിയുമ്പോഴത്തേന് 10 ലക്ഷം 15 ലക്ഷത്തിനൊക്കെ ഡ്രൈവേഴ്സ് ജോലി ചെയ്യുന്നു. ഭയങ്കരമായിട്ടുള്ളൊരു ഇതാണ്. ഇപ്പോൾ ആൽവിൻ ചേട്ടൻ്റെ ഒരു ചിന്താഗതി വെച്ച് നമ്മളുടെ ഇന്ത്യയിലും അങ്ങനെ ഒരു റേഞ്ചിലേക്ക് ആ ഒരു ഡ്രൈവർ ജോബ് എന്ന് പറയുന്നത് അത്ര ഒരു വാല്യൂ ഉള്ളൊരു ജോബായിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ടോ? കേരളത്തിൽ എന്തായാലും ഉണ്ടാവും വരും. കാരണം അതൊരു അത്രയും ഇമ്പോർട്ടൻ്റ്, അല്ലെങ്കിൽ അത് അത്രയും വാല്യൂ ആയിട്ടുള്ളൊരു ജോലി തന്നെയാണ്. അല്ലാതെ ഒരിക്കലും അത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം എപ്പോഴും നമ്മൾ പറയത്തില്ല, അതായത് 45 പേരുടെ ജീവനുമായിട്ടാണ് ഞാൻ ഈ പൊക്കോണ്ടിരിക്കുന്നത്. കുറച്ചാളൂടെ കഴിയാൻ നേരത്ത് അത് മനസ്സിലാവും. ഇപ്പം എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്, കുട്ടികളൊക്കെ ഇനി വരണം. ഇത് ഇല്ലാതെ അല്ലെങ്കിൽ ഇതിലോട്ട് വരാതിരിക്കാൻ നേരത്ത് മനസ്സിലാവും ഇതിൻ്റെ വാല്യൂ എന്താണെന്നുള്ളത്. പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ കുറച്ചുകൂടി ഇപ്പോൾ ഈ ഒരു ജോലിക്ക് ഇപ്പം പ്രധാനമായിട്ടും നമ്മൾ റോഡുകളുടെ പ്രശ്നം തന്നെയാണ്. നമ്മളിപ്പോൾ പറഞ്ഞ പോലെയാണ്, ഇപ്പം നമ്മളിപ്പം ബാംഗ്ലൂർ പോകുമ്പോൾ കണ്ടിട്ടില്ലേ, സ്പീഡ് ലൈൻ അല്ലെങ്കിൽ ഏറ്റവും പതുക്കെ പോകുന്നത് ഇങ്ങനെ 3 ലൈനായിട്ട് തിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാലും നമ്മളുടെ റോഡിൽ കറക്റ്റായിട്ട് ആരും വണ്ടി ഓടിക്കാറില്ല. എനിക്ക് തോന്നുന്നു പ്രോപ്പറായിട്ടുള്ളൊരു ഡ്രൈവിംഗ് കോഴ്സിന് വേണ്ടിയുള്ള ട്രെയിനിങ്ങുകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുത്ത് കുറച്ചുകൂടി ഈ സെഗ്മെൻറ്റിനെ ഒന്ന് നല്ലതാക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ 100 കിലോമീറ്റർ സ്പീഡിൽ പോകുന്നതിന് അതിൽ കൂടെ പൊക്കോളും. കറക്റ്റ്, അതെ. പക്ഷെ അത് ആ ഒരു അവയർനെസ് ഇല്ല പുതിയ, അല്ലെങ്കിൽ പെട്ടെന്ന് കയറി വരുന്ന ഡ്രൈവേഴ്സിനൊന്നും അത് ഇല്ല. ചില 2 കേസുണ്ട്. ഞാൻ സിമ്പിളായിട്ട് പറയുകയാണല്ലേ, നമ്മളിപ്പോൾ എപ്പോഴും പറഞ്ഞില്ല, ഇവിടെ നിന്ന് ഇപ്പം മംഗലാപുരത്തിന് പോകുന്ന സമയത്ത് സ്പീഡ് ലൈനിൽ കൂടെ പോകുന്നത് നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ചിലപ്പം ഒരു ബൈക്ക് അല്ലെ ചെറിയ ഓട്ടോ അല്ലെ കുഞ്ഞു കാറായിരിക്കും. അവർ ഈ സ്പീഡ് ട്രാക്കിൽ കൂടെ ഒരു 40 കിലോമീറ്റർ സ്പീഡിൽ പോകുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പുറത്തൂടെ ഇപ്പം കഴിഞ്ഞിടയ്ക്ക് നമ്മൾ വലിയൊരു ഇതുണ്ട്, എറണാകുളത്ത് നിന്ന് നമ്മളിപ്പോൾ ഈ പോകുന്ന റൂട്ടിൽ ലോറികളും ബസ്സുകളും ഒരു കാരണവശാലും സ്പീഡ് ട്രാക്കിലേക്ക് കയറല്ല എന്നുള്ള ഭയങ്കര സീനൊക്കെ ഉണ്ടായി. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ സ്പീഡ് ട്രാക്കിൽ കൂടെ ഇപ്പം പീക്ക് സമയത്തോ അല്ലാതെ വരുന്നെങ്കിൽ നമ്മളിവിടുന്ന് 2 മണിക്കൂർ എടുത്ത ആലുവ വരത്തില്ല. അപ്പം അങ്ങനെ ഒരു സീനുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഡ്രൈവേഴ്സിന് വേണ്ടിയുള്ള ഇത് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും അല്ലേ? അത് നമ്മുടെ നിയമപരമായിട്ടുള്ള അവിടുന്ന് തന്നെ ഉള്ള രീതിയിൽ അവർക്ക് ട്രെയിനിങ് ക്ലാസ്സുകൾ കൊടുത്ത് ഒരു അവയർനെസ് പോലെ കൊടുക്കുകയാണെങ്കിൽ അത് നല്ല രീതിയിൽ ഇംപ്ലിമെൻ്റ് ചെയ്തവർക്ക് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, കമ്മിങ് ബാക്ക് ടു നമ്മളുടെ ഓൾ ഇന്ത്യ. അപ്പം ഇപ്പം എത്ര ബസ്സുകളുണ്ട് നമ്മളുടെ ഇൻഡസ്ട്രിയിട്ട് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്? ഇപ്പം നിലവിൽ 10 വണ്ടിയുണ്ട്. 10 വണ്ടിയുണ്ട്. ഏതൊക്കെ റൂട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? എന്നിട്ടാണ് എല്ലാം തിരുവല്ല ടച്ച് ചെയ്താൽ പോകുന്നത്. എല്ലാം ബാംഗ്ലൂരാണ്? എല്ലാം ബാംഗ്ലൂരാണ്. ചെന്നൈ റൂട്ടിലേക്ക് നമ്മൾ ചെന്നൈ റൂട്ട് വരുന്നുണ്ട്. ഹൈദരാബാദ് അങ്ങോട്ടൊക്കെ പ്ലാനിങ് ഉണ്ടോ? ഹൈദരാബാദ് ചെന്നൈയും കൂടി ഒന്ന് സ്റ്റേബിൾ ആയതിനു ശേഷം ഹൈദരാബാദിലേക്ക്. എനിക്കൊന്നിപ്പം കല്ലടയുടെ കുറേ നാളുകൾക്ക് ശേഷം ഒരു ഗ്ലൈഡർ എടുത്തിട്ടുണ്ട് ബാംഗ്ലൂർ ഹൈദരാബാദിലേക്ക് വേണ്ടിയുള്ള. അത് എനിക്കൊന്ന് ആളുകൾക്കെല്ലാം ഭയങ്കര, പിള്ളേരെല്ലാം അങ്ങ് ജ്വലിച്ച് നിൽക്കുമായിരുന്നു. കല്ലട കുറേ നാളുകൾക്ക് ശേഷം ചെറുപ്പം മുതൽ തന്നെ നമ്മുടെ എല്ലാം ഒരു ഇതെന്ന് പറഞ്ഞാൽ തന്നെ കല്ലട തന്നെയായിരുന്നു. എന്തൊക്കെ പറഞ്ഞാൽ ആ ഒരു പേര് അത്രേ ഉള്ളൂ. എന്തെന്ന് പറഞ്ഞാൽ അതന്നെ, എന്തൊക്കെയാന്ന് പറഞ്ഞാലും കല്ലട ഇസ് കല്ലട, അതിനെ വെല്ലാൻ. അയ്യോ, അപ്പം നമ്മൾ പറഞ്ഞു വന്നത് എന്തുകൊണ്ടാണ് ഇതും ഭാരത് ബെൻസിലേക്ക് നോക്കിയത്. ഇപ്പം ഗ്ലൈഡർ എന്നുള്ള റേഞ്ചിലേക്കാണല്ലോ നമ്മുടെ എല്ലാ വണ്ടിയും ഗ്ലൈഡേഴ്സാണ് വന്നിരിക്കുന്നത്. അതും പിന്നെ സെലക്ട് ചെയ്തിരിക്കുന്ന MG ബോഡിയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് എന്താണ് എത്താനുള്ളൊരു റീസൺ? അത് ഞാൻ പറഞ്ഞില്ലേ, യാത്രയുടെ ഒരു ഏറ്റവും മെയിനായിട്ട് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്
ട്രാവലിംഗ് കംഫർട്ടാണ്. അത് ആ വണ്ടി ലൈലാൻഡ് അത് ആ സമയം സ്ലീപ്പറിൽ അത് യൂസ് ചെയ്ത ആൾക്കാരുടെ ഇടയ്ക്കിലുള്ള ഫീഡ്ബാക്കും ഇതങ്ങനെ ആയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നത് മൂന്നാമത്തെ വണ്ടി കണ്ടാന്ന് തോന്നുന്നു നമ്മുടെ ഭാരത് ബെൻസ് 13.5 വണ്ടി വരുന്നത്. അപ്പം ഇതിനെക്കുറിച്ച് ഇങ്ങനെ സ്റ്റഡി ചെയ്ത് വന്നു കഴിഞ്ഞപ്പോഴാണ് ഇതിലേക്ക് എത്തിച്ചേരാൻ പറ്റിയത്. ശരിക്കും പറഞ്ഞല്ലേ ഈ ഗ്ലൈഡർ എടുത്ത സമയത്ത് അശോക് ലൈലാൻഡ് എന്നൊന്നും പറഞ്ഞില്ലേ? ഈ ഭാരത് ബെൻസിൻ്റെ അത് അവർക്കും സ്വാഭാവികമാണ്. കാരണം ഇത്രയും ഫ്ലീറ്റ് നമ്മൾ ലൈലാൻഡിലോട്ട് പോയിട്ട് ഇതിലോട്ട് പോയതിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ട് അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി, അവരത് പെർഫെക്റ്റ് ആക്കി കറക്റ്റ് ചെയ്യണമെങ്കിൽ നമ്മളത് ചെയ്യാമെന്ന് മനസ്സിലായി. ഓക്കെ. അപ്പം MG പറ്റി പറയുകയാണെങ്കിൽ ഇപ്പം നമ്മളിപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം നമ്മളിപ്പോൾ പുതിയൊരു ബോഡി ഇത് ചെയ്യുന്നത്, പ്രകാശിലെ കുറേ വർഷങ്ങൾക്ക് ശേഷം MGയിലേക്ക് എത്തിയത്. എങ്ങനെയുണ്ട് MG ആയിട്ടുള്ള ഡീലിങ്ങും കാര്യങ്ങളൊക്കെ? MGയുടെ ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടയർ ലൈഫ് അതിന് വെയിറ്റ് ഇച്ചിരി കുറവാണ്. അതിൻ്റെ മെറ്റീരിയൽ അതുപോലത്തെ അലുമിനിയം ബോഡിയാണോ അതോ? അലുമിനിയം ബോഡിയാണ്. അത് നല്ല ഭംഗിയായിട്ടാണ് അവരത് ലുക്ക് ഭയങ്കര. അതെ. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ എല്ലാ വണ്ടിയും ഒരുപോലെ ഇരിക്കാൻ നേരത്ത് അതിൻ്റെ അന്നൊരു ഡിഫറൻസ് വരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ MGയിലേക്ക്. പക്ഷേ ഇപ്പം MG ബോഡികൾ എവിടെ നോക്കിയാലും അപ്പം അതിൽ നിന്ന് മാറി ചിന്തിക്കണം. ഓക്കെ. നമ്മൾ ഇപ്പം ഇൻഡസ്ട്രിയായിട്ട് നമ്മളിങ്ങനത്തെ പോകുന്ന സമയത്ത് നമ്മളെപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം, വോൾവോ ബസ്സുകളാണ് ഭയങ്കരധികം കൂടുതൽ. അതിന് 2 റീസൺ ഉണ്ട്. നമ്മളെപ്പോഴും പറയുന്ന പോലെ നമ്മളിപ്പം ഭാരത് ബെൻസ് അല്ലെങ്കിൽ അശോക് ലൈലാൻഡ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ അതിനെ വലിച്ചുകൊണ്ടാണ് പോകുന്നത്. ഫ്രണ്ടിൽ എൻജിൻ വെച്ചിട്ട് നമ്മൾ വലിച്ചുകൊണ്ടാണ് പോകുന്നത്. മറ്റേതെന്ന് പറഞ്ഞാൽ നമ്മൾ ഉന്തുവാണ്. അതായത് നമ്മൾ വണ്ടി ഓടിക്കുകയാണെങ്കിൽ വോൾവോ ഓടിക്കുമ്പോൾ കണ്ടിട്ടില്ല, നമ്മൾ ഇങ്ങനെ തെള്ളിക്കൊണ്ട് പോകുന്നൊരു ഫീലാണ്. അപ്പോൾ അതിൻ്റെ ഇരട്ടിക്ക് ഈ സാധനം വണ്ടി ഓടി മുന്നോട്ട് കയറും. അപ്പം വണ്ണസിനെ സംബന്ധിച്ചോളം ഈ സർവീസ് അതുപോലെ തന്നെ യാത്രാസുഖം അത്രയും നമ്മളിതായിട്ട് നോക്കുമ്പം എന്തുകൊണ്ടാണ് വോൾവോയിലേക്ക് ചിന്തിക്കാഞ്ഞത്? അല്ല, നമ്മൾ ഒരു സ്റ്റാർട്ടർ എന്നുള്ള നിലയിൽ നമുക്ക് അത്ര ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഞാൻ പറഞ്ഞില്ല, നമ്മൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും നമ്മൾ പഠിച്ചതിന് ശേഷമല്ലേ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ദശാവതാറിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു, സെറ്റ് വർക്കിൻ്റെ കാര്യം നമ്മൾ തുടക്കത്തിൽ തന്നെ പോയി 15 ലക്ഷം രൂപയുടെ സെറ്റ് വർക്ക് അല്ലല്ലോ നമ്മൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് നോക്കി, നമുക്കത് റിസൾട്ട് കിട്ടി. അടുത്തതിലും ഇൻവെസ്റ്റ് ചെയ്ത് നോക്കി, കിട്ടി. അങ്ങനെയാണ് നമുക്ക് 100% കോൺഫിഡൻസിലൂടെ തന്നെ ദശാവതാറിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു. അപ്പോൾ അതിനർത്ഥം ഒരു വോൾവോ മണക്കുന്നുണ്ടെന്നാണോ? തീർച്ചയായിട്ടും. ഓക്കെ. അപ്പം എന്താണ് വളരെ വലിയ താമസമുള്ള ഒരു വോൾവോയിലേക്ക് എത്തും. ഓക്കെ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ കമ്പയറിങ് ടു നമ്മുടെ അശോക് ലൈലാൻഡിനെ സംബന്ധിച്ചോളം ഭാരത് ബെൻസിൻ്റെ സർവീസ് കോസ്റ്റ്, മൈലേജ് ഇതൊക്കെ എങ്ങനെയുണ്ട്? ഭാരത് ബെൻസിന് നമ്മുടെ ഗ്ലൈഡർ ഇൻഡസ്ട്രിയേറ്റ് ഓടുന്നുണ്ട്. ഇൻഡസ്ട്രിയേറ്റ് വണ്ടിക്ക് എനിക്ക് തോന്നുന്നത് ലൈലാൻഡ് ഒക്കെ വെച്ചിട്ട് ഇപ്പോൾ BS6 ലൈലാൻഡിൻ്റെ അത് മൈലേജ് ഒക്കെ തന്നെ കിട്ടുന്നുണ്ട്. ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പണി കിട്ടത്തുള്ളൂ. ഒരു 2.5 2 വീലോട്ടൊക്കെ പോകുള്ളൂ. ഇപ്പം നമ്മളിപ്പം നൈറ്റ് ബസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പം കുറേ ആളുകൾ ഇപ്പം എന്നോട് ഈ ഒരു ബിസിനസ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, അതുപോലെ തന്നെ ഈ നൈറ്റ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത സമയത്തുള്ള എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, എന്തൊക്കെ ഇഷ്യൂസാണ് നമ്മൾ പ്രധാനമായിട്ട് നേരിടുന്നത്, അതിനെക്കുറിച്ചൊന്ന് പറയുക. നമ്മൾ മുമ്പേ ടൂറിസ്റ്റ് ബസ്സിനെ പറ്റി ഒരു ഷെസി എടുത്ത് അതിനെ ബോഡി കെട്ടി അതിൻ്റെ ചിലവുകൾ, പ്രധാനമായിട്ട് നമ്മൾ നൈറ്റ് ഓടുന്ന സമയത്ത് എന്തൊക്കെ ഫേസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ അവിടെ ബാംഗ്ലൂർ ചെന്ന് പാർക്കിംഗ് ഭയങ്കര വലിയൊരു ഇഷ്യൂ ആണ് നമ്മളിപ്പോൾ അവിടെ സംബന്ധിച്ചുള്ളത്. അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഈ ഒരു സെഗ്മെൻറ്റിനെ പറ്റി പറയാനുള്ളത്? നൈറ്റ് സർവീസിനെ കുറിച്ച് ഞാൻ പറയാനായിട്ട് വലിയൊരു ആളല്ല. കാരണം നമ്മളിപ്പോൾ 2 years അല്ലേ ആയിട്ടുള്ളൂ. വലിയ ഓപ്പറേറ്റേഴ്സും അവരൊക്കെ ഉള്ളപ്പോൾ നമ്മൾ അങ്ങനെ പറയാനായിട്ടൊരാളല്ല. എന്നാലും എൻ്റെ ഒരു കുഞ്ഞൊരു വെച്ചിട്ട് ടൂറിസ്റ്റ് വണ്ടി എന്ന് പറഞ്ഞാൽ ഓടിയില്ലെങ്കിൽ വണ്ടി ഷെഡിലുണ്ടാവും. ഇന്ന് ഓടിയില്ലെങ്കിൽ നാളെ തൊട്ടുള്ളെങ്കിൽ അത് നാളത്തെ ചിലവ് കണ്ടെത്തിയാൽ മതി. ഇതിനകത്ത് ഇത് നമ്മൾ ഡെയിലി സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന വണ്ടിയല്ലേ. അപ്പോൾ ഇതിനകത്ത് 5 പേരെ ഇന്ന് വണ്ടി ബുക്ക് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ 8 പേരെ വണ്ടി ഉള്ളൂ. ഇപ്പോൾ ഓഫ് സീസൺ നടന്നിട്ടിരിക്കുന്ന ടൈമല്ലേ, വണ്ടി പോയേ പറ്റുള്ളൂ. ദ ഷോ മസ്റ്റ് ഗോ ഓൺ. അപ്പോൾ 2 days നമ്മൾ ഉണ്ടാക്കി അല്ലെങ്കിൽ നമുക്ക് ഏൺ ചെയ്ത് നമ്മുടെ ഇൻകം ഇതിലേക്ക് വലിച്ചുകൊണ്ട് പോവുകയാണ്. ഈ 3-ാമത്തെ ദിവസം 8 പേരിലൂടെ യാത്ര ചെയ്യാൻ നേരത്ത് ബാക്കി സീറ്റ് ഫ്രീ ആയിട്ട് കിടക്കിയല്ലേ. ഒന്നിനും ഒരു കുറവ്, ഒരു എക്സ്പെൻസ് പോലെ ഒരു കുറവും വരുന്നില്ലല്ലോ. ഡ്രൈവേഴ്സിന് അവരുടേതായിട്ടുള്ള ഇത് കൊടുക്കണം, ടോള് അത് കറക്റ്റായിട്ട് പോകണം, ഡീസൽ
ബാക്കി മെയിൻ്റെനൻസ് ആകെ ബ്ലാങ്കറ്റ് മാത്രമേ നമുക്ക് അന്ന് ഉപയോഗിക്കാത്തത് മാത്രമേ നമ്മൾ വരുന്നുള്ളൂ. അത് ഒന്നുകൂടിയൊക്കെ നീറ്റാക്കി തിരിച്ച് വെക്കത്തുള്ളൂ, യൂസ് ചെയ്യാത്തത് കൊണ്ട് മാത്രം. ശരിക്കും ഒരു എക്സ്പെൻസ് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളിവിടെ നിന്ന് ഒരു 2 വണ്ടി അവിടെ നിന്ന് ഒരെണ്ണം ഇങ്ങോട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് 2 വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കഴിയുമ്പോഴത്തേന് എന്ത് ചിലവ് വരും? ഓൾമോസ്റ്റ് ഒരു ദിവസം നമുക്ക് ഏകദേശം ഒരു 40,000 എബോ വരും ചിലവ് വരും ഒരു ദിവസം. ഡീസലും അത് ബ്ലോക്ക് വരാൻ നേരത്ത് പിന്നെയും അതിനകത്ത് നമ്മൾ ഇതെല്ലാം ഇൻഷുറൻസ് ടാക്സ് എല്ലാം എൻ്റെ രീതിയിൽ ഞാൻ വർക്കൗട്ട് ചെയ്തിട്ടാണ് പറഞ്ഞു കേട്ടോ. എനിക്ക് ഞാൻ അങ്ങനെയാണ് വർക്കൗട്ട് ചെയ്തത്. മുമ്പിലേക്ക് ഒരു ദിവസം നമുക്കൊരു 40,000 ഒരു വണ്ടിക്ക് വരും. ഒരു സൈഡിൽ അതായത് ഒരു ദിവസം നമ്മളുടെ 2 വണ്ടി കൂടെ പോകുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 80,000 രൂപ ഒരു ദിവസം ചിലവാണ്. ഓക്കെ, നമുക്കിപ്പം ഒരു ഫുൾ സ്ട്രെങ്തിൽ വണ്ടി പോയിട്ട് വരികയാണെങ്കിൽ എത്ര ആയിരിക്കും നമുക്കൊരു ബാലൻസ് വരുന്നത്? ബാലൻസ് ഇപ്പം അത് ഈ റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. നമ്മളൊരു ആവറേജ് പറയുകയാണെങ്കിൽ ഒരു വണ്ടിയിൽ നിന്ന് ഏകദേശം ഒരു 15,000 ഒക്കെ ഒരു സ്പെഷ്യൽ ഡേയ്സിലൊക്കെ ഓടുമ്പോൾ മാത്രമേ നമുക്ക് ഒരു മീൻസ് ഒരു ഫ്രൈഡേ വീക്കെൻഡൊക്കെ അത്യാവശ്യം ഓടുമ്പോഴാണ് ഇതിലുണ്ടാകുന്ന എന്തെങ്കിലും ഒരു ലോസ് ഇതിൽ കവർ ചെയ്ത് പോകുന്ന ഈ ഒരു ഡേയ്സിൽ. പിന്നെ ഒരു സ്പെഷ്യൽ ഡേയ്സ് ഒക്കെ വരണം. എന്നാലും നമ്മൾ ഓവർ റേറ്റഡ് ആയിട്ട് ഓടിക്കാറില്ല. നമ്മൾ അതൊക്കെ അന്ന് പോലെ തന്നെ അജിത്തേട്ടൻ ഞങ്ങൾ എല്ലാവരും തീരുമാനിച്ച മനസ്സിലായി. അങ്ങനെ റേറ്റ് ഇട്ട് ഓടിക്കരുത് മിനിമം എത്ര തിരക്കുള്ളത്. കാരണം ആ പാസഞ്ചേഴ്സ് തന്നെയാണല്ലോ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നത്. മനസ്സിലായി. 1000 സംതിങ്ങിന് ഓടുന്ന ആൾക്കാർ തന്നെയല്ലേ ഈ നമ്മൾ 4000 ഇട്ടാലും അത് നമുക്കറിയാം 100% നമുക്കറിയാം. അത് ആ ഡേറ്റിൽ ആ ഒരു ഇതിനോട് എനിക്ക് ടീമിനോട് താല്പര്യമില്ല. ഒരു മിനിമം റേറ്റ് ഇട്ടേ അത്രേ ഉള്ളൂ. അത് നിർബന്ധിതമായതുകൊണ്ട് ബാക്കിയുള്ള ആൾക്കാർക്കൊരു ഇത് വരണ്ടല്ലോ, അല്ലെങ്കിൽ അത് ഇൻഡസ്ട്രിയെ ഈ പറഞ്ഞ പോലെ അതെ നമ്മളെല്ലാം മാനിക്കണമല്ലോ. അതെ, ആരെയും നമ്മൾ മാറ്റി നിർത്താൻ പറ്റത്തില്ല. അപ്പം അങ്ങനെ നമ്മളുടെ ടൂറിസ്റ്റ് ബസ് മേഖല, നമ്മളുടെ ഇൻഡർസ്റ്റേറ്റ് ബസ് മേഖല, അങ്ങനെ എല്ലാം സംസാരിച്ചു. നമ്മളുടെ ഇന്ന് ഇപ്പം ആൽവിൻ ചേട്ടൻ്റെ ഈ ഒരു ഇത്രയും വലിയ ജേണിയിൽ ഏറ്റവും വലിയൊരു സപ്പോർട്ടായിട്ട് നിന്ന ആളുകളെന്ന് പറയുന്ന ചേട്ടൻ്റെ ഡ്രൈവേഴ്സ്, ചേട്ടൻ്റെ സഹപ്രവർത്തകരാണ്. ഇത്രയും സെഗ്മെൻറ്റിലേക്ക് എത്തിച്ച എന്താണ് അവരെ പറ്റിയൊക്കെ ഒന്ന് പറയാനുള്ളത്? ആദ്യം എനിക്ക് അച്ഛൻ്റെ അച്ഛായി തന്നെയാണ്. കാരണം അച്ഛൻ ഇത് ഒരെണ്ണം മേടിക്കട്ടെ എന്ന് ചോദിച്ചാൽ ഒരെണ്ണം മതിയാ എന്നുള്ള ചോദ്യം ചോദിക്കും. അത് ഫാമിലി പരമായിട്ടുള്ള അമ്മയാണെങ്കിലും വൈഫിൻ്റെ എല്ലാ സപ്പോർട്ടും, വൈഫിൻ്റെ ഫാമിലിയും അനിയൻ്റെ ഫാമിലി എല്ലാം അതുപോലെ തന്നെയാണ്. പിന്നെ കൂടെ നിൽക്കുന്ന അല്ലേ, അതാണ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അത് ചിലപ്പം അവിടെ പൂർവികന്മാരുടെ അല്ലെങ്കിൽ അതുപോലത്തെ അനുഗ്രഹം കൊണ്ടായിരിക്കും അതുപോലെയുള്ള ആൾക്കാരൊക്കെ നമ്മുടെ കൂട്ടത്തിൽ വന്ന് ചേരുകയും അതെല്ലാം കൂടി കോർത്തിണങ്ങുമ്പോഴല്ലേ എല്ലാത്തിനും അതിൻ്റെ ഒരു മനസ്സിലായി ഭംഗിയായിട്ട് നടത്താൻ പറ്റുള്ളൂ. വന്ന് ചേർന്നവരും ഉള്ളവരും ഒക്കെ ദൈവാനുഗ്രഹിച്ചിട്ട് ഓരോരുത്തരുടെ പേരൊന്നും പറഞ്ഞു കഴിഞ്ഞാലൊന്നും ഇവിടെ തീരില്ല. അത്രയും ആൾക്കാർ നമ്മുടെ കൂട്ടത്തിൽ ഊണും ഉറക്കവും ഒന്നും ഇല്ലാതെ നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്തും അവർ നമ്മുടെ വാഹനങ്ങൾക്ക് മറ്റ് തടസ്സങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും തടസ്സങ്ങളുണ്ടായാലും അത് തടസ്സങ്ങളും മാറ്റി ക്ലിയർ ചെയ്ത് ട്രിവാൻഡ്രം മുതൽ കേരളത്തിൻ്റെ അറ്റം കാസർഗോഡ് വരെ പിള്ളേർ അല്ലെങ്കിൽ നമ്മുടെ കൂടപ്പിറപ്പുകൾ റെഡിയാണ്. അതുപോലെ തന്നെയാണ് നൈറ്റ് സർവീസിൻ്റെ കാര്യത്തിലും. ഞാൻ ആദ്യത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ, അവർക്ക് പല പല കാര്യങ്ങളും പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ പോലും മാറ്റി വെച്ചിട്ട് അങ്ങനെ പല ആൾക്കാരും ഇതിനകത്തുണ്ട്. അങ്ങനെ ഒത്തിരി പേരുണ്ട് ഇതിനകത്ത് വർക്ക് ചെയ്യുന്ന. ആദർശ് അവരൊക്കെയാണ് ഇതൊക്കെ ഭംഗിയായിട്ട് കൊണ്ടു നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇതിനകത്തൊക്കെ. രാഹുല്, ആരോമൂല, അങ്ങനെ കുറെ അങ്ങനെ കുറച്ച് പേരുടെ പേരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാരൊക്കെ നമ്മൾ അങ്ങനെ ഞാൻ വിട്ടുകളാണല്ലോ. പക്ഷെ നമുക്കൊരു പരിമിതി ഇല്ല ഇതൊക്കെ പറയാനായിട്ട്. പക്ഷെ ആരും ഞാൻ വിട്ടുകളഞ്ഞിട്ടില്ല. ഒത്തിരി പേര് എൻ്റെ മനസ്സിലിപ്പം ചോദിച്ചപ്പോൾ വന്ന് ഓടി പോയിട്ടുണ്ട്. മനസ്സിലായി. അവരെല്ലാവരും ഞാൻ ഈ സമയത്ത് ഓർക്കുന്നു. അതെ മനസ്സിലായി. ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഇപ്പോൾ ഓൾമോസ്റ്റ് ഇത്രയും വർഷം നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്തു. നമ്മളുടെ ഇൻഡസ്ട്രിയിൽ പ്രധാനമായിട്ടും എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം? പ്രധാനമായിട്ടും നമ്മുടെ ഡ്രൈവേഴ്സിൻ്റെ കാര്യത്തിൽ, വണ്ടികളുടെ കാര്യത്തിൽ, അതുപോലെ തന്നെ നമ്മളുടെ ഈ നിയമവ്യവസ്ഥിതിയുടെ കാര്യത്തിൽ, അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും മാറ്റം വരുത്തണം എന്നാഗ്രഹിക്കുന്നത്? ഇപ്പോൾ നമ്മുടെ വാഹനത്തിൻ്റെ രീതിയിലാണെങ്കിൽ ഇപ്പം അപ്ഗ്രേഡ് ചെയ്ത് എല്ലാവരും നല്ല ഇതിൽ തന്നെയാണ് ചെയ്തു വരുന്നത്. ഇപ്പോൾ ഡിസ്ക് ബ്രേക്ക് അങ്ങനെ ഓരോ മാറ്റങ്ങളും ഭംഗിയായിട്ട് തന്നെയാണ് അത് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ കസ്റ്റമേഴ്സ് എന്നുള്ള നിലയിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ നെക്സ്റ്റ് ടൈമിൽ അവരത് ഓവർകം ചെയ്തിട്ടാണ് അത് അവർ ഡെലിവറി ചെയ്യുന്നത്. അതുകൊണ്ട്
ഇപ്പോൾ ആഷോ ലൈലൻഡ് അതുപോലത്തെ ബ്രാൻഡ്, അതുപോലത്തെ വാഹനങ്ങളുടെ ആൾക്കാരെ സംബന്ധിച്ചിട്ട് അവരെല്ലാം നല്ല രീതിയിൽ തന്നെയാണ് മാറ്റങ്ങൾ കൊണ്ടുവന്ന് ഇപ്പോൾ സെൻസർ അങ്ങനെ കറക്റ്റ് സമയത്ത് അവർ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. പിന്നെ നിയമപരമായിട്ടുള്ള മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടിയൊക്കെ ഒന്ന് റിലയബിൾ, ഇച്ചിരിയൊക്കെ അധികമാകണ്ട, എന്നാലും കുറച്ചൊക്കെ ഇപ്പം വലിയ പ്രോബ്ലമൊന്നും ഇല്ലാത്ത രീതിയിൽ പോകുന്നുണ്ട്. ആ ഒരു രീതിയിൽ തന്നെ പോകണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അമിതമായിട്ടുള്ള രീതിയിൽ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആർക്കും ദോഷം വരാത്ത രീതിയിലുള്ള, എല്ലാവർക്കും ഓടണം, എല്ലാവർക്കും നല്ലത് തന്നെ വരണം. മനസ്സിലായി. അപ്പം നമുക്കിനി ഇനിയും നമ്മളുടെ ലാസ്റ്റ് കുറച്ച് സെഗ്മെൻറ്റിലേക്ക് കിടക്കാം. പ്രധാനമായിട്ട് ഇനി ഫാമിലിയെ പറ്റി അച്ഛനെ പറ്റി മാത്രമേ പറഞ്ഞുള്ളൂ. വീട്ടിൽ ആരൊക്കെ ഉണ്ട്, എല്ലാവരും എന്തൊക്കെ ചെയ്യുന്നു? വീട്ടിൽ അച്ഛയുണ്ട്, അമ്മ, ഞാൻ പറഞ്ഞില്ല എൻ്റെ ഒരു ബ്രദർ അനിയൻ സച്ചിൻ, അവൻ്റെ വൈഫ്, ഒരു കുട്ടിയുണ്ട് ഇഷൻ, പിന്നെ അവൻ്റെ വൈഫ് ഹരിത, പിന്നെ എൻ്റെ മോൻ ആദിവ്, വൈഫ് ആര്യ. ഇതാണ് ഞങ്ങളുടെ ഫാമിലി. ഈ സച്ചിൻ ചേട്ടനും ഇതിനകത്ത് തന്നെ, അവൻ ഇൻഫോസിസിലായിരുന്നു, റിസൈൻ ചെയ്ത് നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഓക്കെ. പിന്നെ തന്നെയാണ് പുള്ളിക്കാരനും കൂടെയുള്ള ഞങ്ങളെല്ലാവരും ഒരു, അതുകൊണ്ട് തന്നെയായിരിക്കും കാര്യങ്ങളെല്ലാം നല്ലതായിട്ട് പോകുന്നത്. മനസ്സിലായി. എല്ലാവർക്കും ഒരേ മൈൻഡിൽ വേവ് ലെങ്ത് ഇല്ലേ, ആ ഒരു കണക്ഷൻ കിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും. ആർക്കും ഒരു നെഗറ്റീവ് വഴിയിലോട്ട് പോകുന്നതാണെങ്കിൽ മാത്രമേ എല്ലാവരും അത് നിരുത്സാഹപ്പെടുത്തും, അല്ലെങ്കിൽ ഒന്നിനും ഒരു തടസ്സമോ പറയത്തില്ല. ഇല്ല, മനസ്സിലായി. നമ്മളിപ്പം ഫാമിലിപരമായിട്ട് ഇപ്പം ഇത് ബിസിനസ്സുണ്ട്, ഇതല്ലാതെ വേറെ എന്തൊക്കെ ബിസിനസ്സുകളാണ് നമുക്കുള്ളത്? 1959 നമ്മൾ പാരമ്പര്യമായിട്ട് മുതൽ തന്നെ നമ്മൾ ബാറ്ററിയുടെ ബിസിനസ്സാണ്. എത്ര വർഷം? അപ്പോൾ 1959 അപ്പൂപ്പനാണ്, അച്ഛൻ്റെ അച്ഛനാണ് ബാറ്ററിയുടെ ഇതിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹോം ടൗൺ ചേർത്തല തന്നെ ബേസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ തന്നെ. അവിടുന്ന് അച്ഛൻ 10 ഇയേഴ്സോളം മദ്രാസിലായിരുന്നു. അവിടുത്തെ വണ്ടികളൊക്കെ ആള് വയറിങ് ഒക്കെ ചെയ്ത് മൊത്തം പഠിച്ച് റെഡി ആയിട്ട് ആൾ ഇവിടെ വന്ന് സ്റ്റാർട്ട് ചെയ്തു. സ്വന്തമായിട്ട് തന്നെ തുടങ്ങി 92 അങ്ങനെ ബാറ്ററി ഇലക്ട്രീഷ്യൻ, ഓട്ടോമൊബൈൽ ഇലക്ട്രീഷ്യൻ ആയിരുന്നു. വാഹനങ്ങളുടെ പുതിയ ജനറേഷൻ ആ സമയത്തുള്ള വാഹനങ്ങളിലേക്ക് ഇലക്ട്രിക്കൽ വർക്കുകളൊക്കെ നമ്മളായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ നമ്മൾ ബാറ്ററി ഓരോ സാധനങ്ങളൊക്കെ മേടിച്ച് അതിൻ്റെ അകത്തുള്ള മേടിച്ച് നമ്മൾ മാനുഫാക്ചർ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ തന്നെ ഓൺ മാനുഫാക്ചറിങ്, നമ്മുടെ വർക്ക്ഷോപ്പിൻ്റെ സൈഡിൽ തന്നെ അതിനൊരു ഇത് ചെയ്തിട്ട് എല്ലാ സാധനങ്ങളും മേടിക്കാൻ കിട്ടും. അതിൻ്റെ പ്ലേറ്റ്സ്, അതിൻ്റെ കാര്യങ്ങളെല്ലാം കിട്ടും. അങ്ങനെ ഒരു ഡെയിലി 2 ബാറ്ററി വെച്ചിട്ട്, അതായത് 3, 4, 5 ബാറ്ററിയൊക്കെ വെച്ച് ചെയ്ത്, അങ്ങനെ നമ്മുടെ പ്ലാൻ ഉണ്ടായിരുന്നു ഓൺ മാനുഫാക്ചറിങ് തന്നെ സ്റ്റാർട്ട് ചെയ്യണമെന്ന്. അങ്ങനെ ഒരു ഡ്രീമൊക്കെ ഇടയ്ക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോഴാണ് കമ്പനി ഇത് സ്റ്റോപ്പ് ചെയ്ത് സപ്ലൈ ചെയ്യണ ഈ പ്ലേറ്റ്സ് അങ്ങനെ സാധനം സ്റ്റോപ്പ് ചെയ്തിട്ട് അവർ സ്വന്തമായിട്ട് മാനുഫാക്ചറിങ് സ്റ്റാർട്ട് ചെയ്തു. മനസ്സിലായി. അങ്ങനെ അവരുടേക്ക് ബാറ്ററി ആയിട്ട് തന്നെ നമുക്ക് മേടിക്കേണ്ടി വന്നു. മനസ്സിലായി. പിന്നെ അതിലോട്ട് ആയിപ്പോയി. ഇപ്പം പ്രധാനമായിട്ടും ഏതൊക്കെ കമ്പനീസിൻ്റെ ബാറ്ററീസാണ് നമ്മൾ ഇപ്പോൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, ബാറ്ററി ഡിസ്ട്രിബ്യൂട്ടർ എക്സൈഡിൻ്റെ ഡിസ്ട്രിബ്യൂട്ടറാണ്, അമരരാജയുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആണ്, പിന്നെ ലുമിനസ് സോളാർ നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇതിനകത്ത് ബാറ്ററി, സോളാർ, ഓട്ടോ ഇലക്ട്രിക് അങ്ങനെ എല്ലാം ഉണ്ട്, സ്പെയർ പാർട്സിൻ്റെ ഉണ്ട്. ഓക്കെ. അങ്ങനെ എല്ലാ പരിപാടികളും പോകുന്നുണ്ട്. ഗാരേജ്, നമ്മുടെ വർക്ക്ഷോപ്പ് ഉണ്ട്. നമ്മുടെ അല്ല പുറത്ത് ഇലക്ട്രിക്കൽ വർക്കുകളും. അച്ഛൻ ഇപ്പോഴും അതിൻ്റെ ഹെഡായിട്ട് തന്നെയാണ് ഇറങ്ങിയടിച്ച്. അതെ, അവിടെ എല്ലാം കാര്യങ്ങളൊക്കെ നോക്കി പറഞ്ഞു കൊടുത്തും ചെയ്യും. പുള്ളിക്ക് അതിന് ഭയങ്കര പാഷനല്ലേ. നമുക്ക് ഒന്നും പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം ആവുമെന്ന് അറിയത്തില്ല. അതിനകത്ത് വലിയൊരു കാര്യം എന്നാന്ന് പറയാം, നമ്മളെപ്പോഴും നമുക്ക് ഇഷ്ടമുള്ള കാര്യം നമുക്ക് വളരെ സന്തോഷത്തോടുകൂടി അതൊന്ന് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അത് ഭയങ്കര വലുതാണ്, നമുക്ക് വേറൊന്നും തന്നെ റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ. പിന്നെ വേറെന്ത് ബിസിനസ്സാണ് ഇതല്ലാതെ പിന്നെ ഉള്ളത്? പിന്നെ ട്രാവൽസ്, പ്രീമിയം കാർസ്, അതിൻ്റെ അതൊക്കെ എന്താ, ഏതൊക്കെ വണ്ടികളാണ് നമുക്കുള്ളത്? പ്രധാനമായിട്ടും ജാഗ്വർ, BMW, ബെൻസ്, ഓഡി, ഫോർച്യൂണർ, അതുപോലത്തെ വാഹനങ്ങളൊക്കെ കൊടുക്കുന്നത്. ഓക്കെ, മനസ്സിലായി. നമ്മുടെ ആൽവിൻ ചേട്ടൻ ഏതാണ് പേഴ്സണലി യൂസ് ചെയ്യുന്ന കാറ്? ഞാനങ്ങനെ ഒരു വാഹനങ്ങളും
ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞിലെ മുതൽ തന്നെ ഈ വാഹനങ്ങളൊക്കെ പണിയാനായിട്ടും അങ്ങനെ റിപ്പയറിങ്ങിനൊക്കെ വന്ന് അവിടുത്തെ ഓണേഴ്സുകളുടെ പല പല കമ്പനികളുടെ ഓണർമാരുടെയൊക്കെ വണ്ടികളൊക്കെ ഞാൻ കുഞ്ഞിലെ മുതൽ തന്നെ ഓടിക്കുകയും അതൊക്കെ ഉപയോഗിച്ചതൊക്കെ കൊണ്ട് എനിക്ക് അങ്ങനെ ഇതൊന്നുമില്ല. എന്നാലും എനിക്ക് താല്പര്യം ജാഗ്വാറിൽ യാത്ര ചെയ്യാനാണ്. നമ്മളുടെ ഒരു പേഴ്സണൽ കാർ എന്ന് പറയുകയാണെങ്കിൽ എപ്പോഴും കൊണ്ടു നടക്കുന്ന ഏതാണ് യൂസ് സിറ്റിയാണ്. ഹോണ്ട സിറ്റി. ഓക്കെ. ഒരു ഡ്രീം കാർ എന്ന് പറയുവാണെങ്കിൽ എന്തായിരിക്കും? എപ്പോഴും എൻ്റെ റോൾസ് റോയ്സ് ആണ്. റോൾസ് റോയ്സ് ആണ്. ഓക്കെ. അതിലേക്ക് എടുക്കണമെന്ന് തന്നെയാണ് ചോദിച്ചോണ്ട് പറഞ്ഞല്ലോ. മനസ്സിലായി. ഇപ്പം നമ്മൾ ഇനിയും നമ്മളുടെ ഏതൊക്കെ ബസ്സുകളാണ് ഇനി നമുക്ക് വരാനുള്ളത്? ഇപ്പം 2 ഓൾ ഇന്ത്യ പെർമിറ്റ് ടൂറിസ്റ്റ് ആയിട്ട് തന്നെ ചെയ്യാൻ കിടപ്പുണ്ട്. പിന്നെ ഇന്റർസ്റ്റേറ്റ് വണ്ടികൾ പേരിട്ടോ അതിനൊക്കെ? ഫാൻറ്റം പിന്നെ സ്കോർപ്പിയോ 2 രീതിക്ക് തന്നെ. ഓക്കെ. അപ്പോൾ അത് പിന്നെ എത്ര നാളെടുക്കും വരാനൊരു? 2 വീക്സ് കൂടി പെയിന്റ് ചെയ്തിട്ടിരിക്കും. ആൾക്ക് ഇച്ചിരി തിരക്ക് ആയതുകൊണ്ട് ഒരു 2 വീക്സ് നീങ്ങിപ്പോയതാണ്. ഓഹോ, അങ്ങനെ മനസ്സിലായി. ഇനിയും നമ്മൾ ഈ ബസ് അല്ലെ ടൂറിസ്റ്റ് സെഗ്മെൻറ്റിലേക്ക് ഏതാണ് ഒരു പുതിയതായിട്ടൊരു വണ്ടി ഇറക്കണം നമ്മളുടെ? ഇപ്പോൾ ഈ ചില കണ്ടുപിടികൾ ടൊയോറ്റയുടെ ഹാസ് പോലത്തെ അങ്ങനത്തെ വലിയ മോഡൽ അങ്ങനെ എന്തെങ്കിലും ഒരു പുതിയ വണ്ടി ഇവിടെ കൊണ്ടുവരണമെന്ന് ആഗ്രഹമുണ്ടോ? പുതിയ വണ്ടി ഇപ്പം നമുക്ക് ഇവിടെ ഉള്ളതിൽ വെച്ചിട്ട് എനിക്ക് അറിയാമല്ലോ, അല്ലാതെ വേറെ നമ്മൾ പുറത്ത് പോയി സ്റ്റഡി ചെയ്തിട്ടില്ല. ഞാൻ ഇവിടെ ഉള്ളതിൽ എനിക്ക് വോൾവോ ആണ് കൊണ്ടുവരണമെന്ന്. അല്ല, ടൂറിസ്റ്റ് സെഗ്മെന്റിലേക്കല്ലായിരിക്കും നമ്മൾ ആലോചിക്കാറ്, ഇതിലേക്ക് തന്നെ. അപ്പം നമ്മുടെ ഈ പാക്കേജസ് ഓടാൻ അതിനും വേണം. അതിപ്പം ഗ്ലൈഡർ ഉണ്ട് നമുക്ക് ഓൾമോസ്റ്റ്. അത് ഒരു നെക്സ്റ്റ് ഇയർ ഒക്കെ ആകുമ്പോൾ നമുക്ക് മാറ്റിയിട്ട് വോൾവോയിലോട്ട് ചിന്തിക്കാം. ഞാൻ പറഞ്ഞില്ല, നമ്മളെല്ലാത്തിനും ഒരു സ്റ്റഡി ചെയ്യാതെ അതെ ഇത് നടത്തി ഇത്രയും അതുപോലത്തെ ട്രിപ്സ് നമുക്ക് കയറി വരുന്നുണ്ട്. എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ, ഫിക്സഡ് ക്ലാസ് അല്ലേ. ചില ആൾക്കാർക്ക് അതിൻ്റെ റേറ്റിൻ്റെ പ്രശ്നം കൊണ്ടല്ലായിരിക്കും. ചില ആൾക്കാർക്ക് അതിൽ ഒരു സഫോക്കേഷൻ പോലത്തെ ഒരു ബ്രീത്തിങ്ങിൻ്റെ ഒക്കെ ഒരു ഇതുപോലെയൊക്കെ വരും. ഈ മൂടി ഫുൾ ടൈം AC അല്ലേ. ആൽവിൻ ചേട്ടന് ഇപ്പോഴും ബസ്സിൻ്റെ കൂടെ ഒക്കെ പോകാറുണ്ട്? ഇപ്പം ഇല്ല, ഞാൻ കുഞ്ഞിൽ മീൻസ് 2008-10 സമയത്തൊക്കെ ഞാൻ തന്നെ മുസ്ലിം കോളേജിൽ നിന്ന് ട്രിപ്പൊക്കെ ഞാൻ തന്നെ ഗോവ 2013 ഞാൻ തന്നെ ഗോവ ട്രിപ്പ് പോയിട്ടുള്ളത്, ഡ്രൈവ് ചെയ്ത് തന്നെ. അത് ആ സമയം ഒരു 2015 ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ ഇത് നടത്തണമെന്നുള്ള ഒരു ആഗ്രഹം, മറ്റേ ഒരു ക്രൈസ് മാറി. എന്നാലും നമ്മുടെ ഉള്ളിൽ ഒളിഞ്ഞ് കിടപ്പുണ്ട് ചില കാര്യങ്ങൾ നമ്മൾ ഹൈഡ് ചെയ്ത് അല്ലേ മുമ്പിലേക്ക് വന്നിട്ട് വേണം പൊളിക്കാൻ. മനസ്സിലായി. അപ്പം ഇനിയും ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ, ഇത് ഒത്തിരി ആളുകൾക്ക് വേണ്ടൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ശരിക്കും നമ്മളുടെ ഈ ഒരു ഇൻഡസ്ട്രി, ഇപ്പം ടൂറിസ്റ്റ് ബസ് ആണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ഓൾ ഇന്ത്യ പെർമിറ്റ് ഉള്ള ഇൻഡസ്ട്രേറ്റ് ബസ് ആണെങ്കിലും, ഇതിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്ന പുതിയ ആളുകളോട് എന്തൊക്കെയാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്? പ്രധാനമായിട്ട് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പെട്ടെന്ന് തന്നെ എല്ലാം അല്ലെങ്കിൽ ഇപ്പം തന്നെ കിട്ടണമെന്നുള്ള അല്ലെങ്കിൽ ഗ്രോത്ത് ആണോ എന്നുള്ള രീതിയിൽ അല്ലായിരിക്കണം നമ്മൾ ഇതിലേക്ക് ചുവട് വെക്കാനായിട്ട്. ഇത് നമ്മളൊരു സർവീസാണ് കൊടുക്കുന്നത്. ഇതിൽ നിന്ന് പോകുന്ന ആൾക്കാർക്കും ഗുണമുണ്ടാകണം, അതുപോലെ തന്നെ നമുക്കും കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടക്കണം. ഇതിലൂടെ ജീവനക്കാർക്കും ജീവിക്കാൻ പറ്റണം എന്നൊക്കെ ആദ്യം നമ്മൾ കാണണം. ദൈവാനുഗ്രഹത്തോടെ തന്നെ എപ്പോഴും നടത്താവുള്ളൂ. അല്ലെ ഇത് കഴിഞ്ഞ ഉടനെ അവൻ ഉപദ്രവിക്കണം അല്ലെങ്കിൽ അവനെക്കാളും കൂടുതൽ കവർ ചെയ്യണം, ഓടണം, അങ്ങനത്തെ ഒരു രീതിയിലല്ല. നമ്മൾ നമ്മുടെ കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്ത് നമ്മൾ നമ്മുടെ പുതിയ പുതിയ കാര്യങ്ങൾ ഓരോരുത്തർക്കും ഓരോ ഐഡിയകളുണ്ടാവുമല്ലോ. ഇപ്പം എനിക്കുള്ള ഐഡിയ അല്ലല്ലോ ചിലപ്പോൾ വിഷ്ണുവിനുണ്ടാകുക എന്ന് പറഞ്ഞ പോലെ ആയിരിക്കുമല്ല മറ്റൊരാൾക്ക്. അങ്ങനെ അവർക്കും എനിക്ക് ഇന്ന രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ ഒരു ബിസിനസ് വേറൊരു രീതിയിലേക്ക് ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമല്ലോ എന്ന് ആലോചിച്ച് പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിച്ച് കൊണ്ടുവന്ന് ഇംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ടിരിക്കണം. വണ്ടിയും ഇതുപോലെ സംബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം എപ്പോഴും ഒരുപോലെ തന്നെയായിരിക്കും. അതിൽ കൊണ്ടുവരുന്ന ഐഡിയാസ് ആയിരിക്കണം എപ്പോഴും ഹിറ്റായി ചേഞ്ച് ചെയ്ത് വന്നിരിക്കണം. പിന്നെ പാഷനോടെ തന്നെ ചെയ്യണം, ബഹുമാനത്തോടെ എപ്പോഴും ഇതിനകത്ത് തന്നെ നിൽക്കണം അല്ലേ. 100%. 2 വണ്ടി അല്ലെങ്കിൽ 3 വണ്ടി ആയിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞാൻ ഓണറാണ്, ഇനി നിങ്ങൾ കറക്റ്റ് ചെയ്തു എൻ്റെ കണക്കൊക്കെ ഇവിടെ കൊണ്ടുവന്നാൽ മതി എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഞാനത് അംഗീകരിക്കത്തില്ല.
വണ്ടി ഇപ്പോൾ 5 ദിവസത്തെ ട്രിപ്പ് കഴിഞ്ഞാൽ ഇവിടെ കൊണ്ടുവരാൻ നേരത്ത് പോയ ദിവസത്തെ കാര്യം മുതൽ തന്നെ അവരെല്ലാവരും എൻ്റെ കയ്യിൽ വന്നിരുന്ന് പറഞ്ഞു തരണം. അത് എത്ര തിരക്കുള്ള സമയമാണ്, ഞാൻ ആ സമയം ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഒരു 3-4 മണിക്കൂർ ഞാൻ ഇതിന് വേണ്ടിയിട്ട് തന്നെ ഇരുന്ന് കംപ്ലീറ്റ് കാര്യങ്ങളും ഓരോ വണ്ടിയുടെ കാര്യങ്ങൾ. കാരണം നമ്മൾ നേരിട്ട് തന്നെ ആദ്യം കുഞ്ഞിലെ മുതൽ നടത്തിക്കൊണ്ടിരുന്നതാണല്ലോ. ആ ഒരു പ്രായത്തിൽ മുതൽ തന്നെ ഇത് നടത്തിക്കൊണ്ടിരുന്നതുകൊണ്ട് എനിക്കറിയാം ഇതിൻ്റെ അതൊരു ചെറിയ ചലന വ്യത്യാസം വന്നു കഴിഞ്ഞാൽ, അതിനൊരു മൈലേജിന് വ്യത്യാസം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വണ്ടി ഡൈവേർട്ട് കിലോമീറ്ററിന് വ്യത്യാസം വന്നു, ടോൾ എത്ര രൂപയുടെ വേണം, അതൊക്കെ നമ്മുടെ മൈൻഡിൽ സെറ്റാണ്. ഒരു ഹൈദരാബാദ്, ഗോവ അല്ലെങ്കിൽ ഗോവ, കൂർഗ്, മൈസൂർ ഒക്കെ പോകാൻ റേറ്റ് ഓൾറെഡി മൈൻഡിൽ സെറ്റാണ്. അതിനകത്ത് പിള്ളേരുടെ കൗണ്ടും പിന്നെ അവർക്ക് കൊടുക്കുന്ന ഫെസിലിറ്റീസ്. ചില ആൾക്കാർക്ക് ഇന്ന ഹോട്ടൽ വേണ്ട, ഇതുപോലെ ഇത് ഇങ്ങനത്തെ രീതി ചെയ്താൽ മതി എന്ന് പറയാൻ മാത്രം നമുക്കൊന്നും കൂടി ഒന്ന് വർക്കൗട്ട് ചെയ്യേണ്ടി വരും. മനസ്സിലായി. അല്ലാതെ നമുക്ക് എപ്പോഴും ഇതുമായിട്ട് യൂസ്ഡായിട്ടൊക്കെ ഉണ്ടേ. അതിനോട് കണക്ട് ചെയ്തെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മളുടെ ഇതിൻ്റെ ഇപ്പം റേറ്റിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഇപ്പം നമ്മൾ ഒരു ട്രിപ്പിന് വേണ്ടി റേറ്റ് കോംപ്രമൈസ് ചെയ്യുമോ, അതോ നമ്മളുടെ ക്വാളിറ്റിയിൽ എന്താണ് അതിൻ്റെ ഒരു? അല്ല, അത് മെയിൻ അതുകൊണ്ടാണ് കൂടുതലും ഇപ്പോഴത്തെ ഒരു സ്റ്റേജിൽ ട്രിപ്പുകൾ നമുക്ക് കുറവ് വരുന്നത്. മനസ്സിലായ ഇപ്പോൾ ഇവരെന്തെങ്കിലും ചോദിക്കും, നമ്മുടെ കൂടെയുള്ളവർ ചോദിക്കും, ചേട്ടാ ഇങ്ങനെ 250 രൂപ കുറച്ച് 300 രൂപ കുറച്ച് എടുത്താൽ നമുക്ക് ആ ട്രിപ്പ് എടുക്കാൻ പറ്റുമെന്ന് പറയും. പക്ഷെ എന്നാലും ഞാൻ പറയും, ആ 300 രൂപ കുറയ്ക്കാൻ നേരത്ത് നമുക്കുണ്ടാകുന്ന കൊടുക്കാവുന്ന ഫെസിലിറ്റീസ് നമുക്കൊന്നും കുറയ്ക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മുടെ വണ്ടിയുടെ റെൻറ്റിൽ നിന്നായിരിക്കും അത് പോകുന്നത്. രണ്ടും കോംപ്രമൈസ് ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിലായ? ഇപ്പോൾ ഒരു ട്രിപ്പിൽ നമുക്ക് ഇച്ചിരി പ്രോഫിറ്റ് ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ മറ്റേ ട്രിപ്പിൽ നമുക്കും പ്രോഫിറ്റ് ഉണ്ടാവണമെന്നില്ലല്ലോ. ഒരു ടയറിൻ്റെ ഇഷ്യൂസോ കാര്യം അല്ലെങ്കിൽ വണ്ടിയല്ലേ, മറ്റു കാര്യങ്ങൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് എല്ലാം സിംഗിളായിട്ടുള്ള ഇൻകം ഉണ്ടാകണം എല്ലാം ഒരു ട്രിപ്പിൽ. അല്ല ഒരെണ്ണം കൂടുതൽ ഓടി എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ 200 രൂപ താത്തി ഓപ്പറേറ്റ് ചെയ്തോളാനായിട്ട് ഞാൻ എൻ്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ നമ്മുടെ അതെ കൊടുക്കുന്ന ഫെസിലിറ്റീസും അതുപോലെ തന്നെ ആയിരിക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞ കയ്യിൽ നിന്ന് നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ പോലും ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ് ചെയ്യാതെ തന്നെ ആയിരിക്കും. നമ്മുടെ ഇപ്പോൾ വണ്ടിയാണ് കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ പോലും നമ്മുടെ ഗ്ലൈഡർ അല്ലെങ്കിൽ ഏത് വണ്ടിയാണ് നമ്മുടെ ആ സമയത്ത് അവിടെ ഉണ്ടാണ്, ആ വണ്ടി ഇട്ടിട്ട് തന്നെ നമ്മൾ ഫുൾ ഫെസിലിറ്റീസിൽ തന്നെ ആയിരിക്കും നമ്മൾ തിരിച്ച് ഈ പാർട്ടിനെ എടുത്തിരിക്കണ എവിടെയോ അവിടെ തിരിച്ച് നമ്മൾ ഡ്രോപ്പ് ചെയ്യത്തുള്ളൂ. അതൊക്കെ നമ്മുടെ മെയിൻ ഘടകങ്ങൾ, നമ്മുടെ വിജയതന്ത്രങ്ങൾ. അതെ, അല്ല അതിൻ്റെ ഓരോ ഘടകങ്ങളിലെ ഒന്നായിരിക്കും അത്. മനസ്സിലായി. ഇതൊക്കെയാണ് കൂട്ടിച്ചേരുമ്പോഴാണ് ഒരു കൂടിച്ചേരുമ്പോഴാണ് ആ വണ്ണസ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ഒരിക്കലും ഞാൻ എൻ്റെതായിട്ടുള്ള രീതിയിൽ ഞാൻ ഒരിക്കലും പറയത്തില്ല. അതിനകത്തൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ തന്നെ ഹാർഡ് വർക്ക് തന്നെയാണ്. എൻ്റെ ടീമിനെ ഞാൻ ഈ ഒരു സമയത്ത് ഞാൻ പറഞ്ഞില്ല, ഒന്നുകൂടി ഞാൻ പറയട്ടെ, അവർ അല്ലാതെ പറ്റില്ല. ഇത് ഇപ്പം ഞാൻ ഇവിടെ വന്നിരിക്കുമ്പോഴും എന്തോരം കാര്യങ്ങളായിരിക്കും നടന്നുകൊണ്ടിരിക്കണം. അവരെ കാര്യങ്ങൾ അവർ തീരുമാനിച്ചും കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്തിരിക്കും. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഈ നമ്മളുടെ ടീം, അതുപോലെ തന്നെ ഈ ബസ്സിനെ സ്നേഹിക്കുന്ന പിള്ളേർ, ഇവരെല്ലാം ആക്ച്വലി ഇതിൻ്റെ ഒരു പാർട്ടാണ്. പിന്നില്ലേ, തീർച്ചയായിട്ടും അവരാണല്ലോ നമ്മളെ നിലനിർത്തുന്നത്, സപ്പോർട്ട് ചെയ്യുന്നത്. തീർച്ചയായിട്ടും അതൊക്കെ തന്നെ ആ ഒരു പേരിൻ്റെ അർത്ഥം പൂർണ്ണമാകുന്നത് ഇവരെല്ലാം കൂടെ ചേരുമ്പോൾ തന്നെയാണ്. അപ്പോൾ നമ്മളുടെ സമയം ഏകദേശം 1.5 മണിക്കൂറോളമായി. അപ്പം കുറേ കാര്യങ്ങൾ കൂടെ ചോദിക്കാനുണ്ട്, പക്ഷേ സമയം ഒത്തിരി വൈകിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഒന്നുകൂടെ നമുക്കൊരു വലിയ ബിഗ് താങ്ക്സ് ആൽബിൻ ചേട്ടൻ നമ്മളോട് ജോയിൻ ചെയ്ത് കുറേ കാര്യങ്ങൾ അറിയാനും ഒത്തിരി കാര്യങ്ങൾ അറിയാനുള്ള ആൾക്കാർക്ക് അവർക്കെല്ലാവർക്കും വലിയൊരു ഉപകാരമായിരിക്കും. എന്താണ് ഒരു ഫൈനലായിട്ടൊരു കൺക്ലൂഷനായിട്ട് ആൽബിൻ ചേട്ടൻ പറയാനുള്ളത്? കൺക്ലൂഷനായിട്ട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യമായിട്ടാണ് ഞാൻ ഇതുപോലത്തെ ഒരു അവസരം തന്നതിന് വിഷ്ണുവിനും എൻ്റെ ടീമിനും ഇതിൽ കഷ്ടപ്പെട്ട ഒത്തിരി ആൾക്കാർക്കൊക്കെ എൻ്റെ ഒത്തിരി നന്ദി. പിന്നെ ഇനിയും ഉയരങ്ങളിലേക്ക് എത്തട്ടെ, അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലേ എല്ലാവരും അങ്ങോട്ട് സ്നേഹത്തോടെ തന്നെ എല്ലാവർക്കും സന്തോഷമായിട്ടിരിക്കട്ടെ എന്ന്. അപ്പം ഏതായാലും ഇന്നത്തെ ഒരു പോഡ്കാസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതിയപ്പോൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പം ആൽബിൻ ചേട്ടാ, താങ്ക് യു.